ഹായ് ഹായ് സാർ ഹായ് ഹായ് ഹായ്. ഓക്കെ, എല്ലാ പ്രതികളും ഹാജരുണ്ടല്ലോ? യെസ് സാർ. ഹാജർ സാർ. യെസ് സാർ. ഓക്കെ, എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തിരുവോണാശംസകൾ. മലയാളി ലോകത്ത് എവിടേക്ക് പോയാലും അവൻ ആഘോഷിക്കാൻ മറക്കാത്തൊരു ദിനമാണെന്ന് തിരുവോണം. നമ്മുടെ മനസ്സിലൊക്കെ മഹാബലി തിരുമേനിയുടെ എഴുന്നള്ളത്തുണ്ട്. ആ എഴുന്നള്ളത്ത് തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുന്നു. ഇന്ന് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരളത്തിലെ മിമിക്രി വേദികളിൽ അല്ലെങ്കിൽ അനുകരണ കലയിൽ മഹാപുങ്കവന്മാർന്ന് തെളിയിച്ച കുറേ ആളുകൾ, പുങ്കവത്തികളും ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ അലക്കി പൊളിക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ കാണാൻ പോകുന്നത് അമൃതവേണി ഹെയർ എലൈക്സർ പ്രസൻസ് മൈ ജി ഫ്യൂച്ചർ ഓണത്തള്ള്. ഹായ് പ്രസീത, ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വരുന്നേ. എന്തൊട്ട് കാര്യങ്ങളപ്പോ ഇത്. അപ്പൊ പ്രസീത, കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഓണമായിട്ട് ഹാപ്പി ഓണം. അരിയും കറിയൊക്കെ വെച്ചോ? ഇവിടെ വന്നിടത്ത് തള്ളിയാ മതിയോ? പാചകം അറിയാമോ? പാചകം അറിയാം. ഓണമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയോ? ഓണായിട്ട് അത്യാവശ്യം പച്ചക്കറികൾ ഇല്ല സാറ്, ഞാൻ വെച്ച് കൊടുത്തു എല്ലാവർക്കും. നോക്കാനില്ല. ഇല്ല നമുക്ക് ഓണത്തിന് പ്രേക്ഷകർക്ക്, പ്രത്യേകിച്ച് തിരുവോണമല്ലേ, അവർക്കൊരു സദ്യ കൊടുത്താലോ? തീർച്ചയായും. ഇവരൊക്കെ കൂടെ ചേരും. അതെ, കൂടെ പാടില്ലേ, കോറസ് പാടില്ലേ? അപ്പൊ തുടങ്ങിയാലോ? നമുക്ക് തുടങ്ങിയാലോ? ഓക്കേ. ഓ തിത്തിത്താരാ തിത്തിത്തൈ തിത്തൈ തകതേതേതോ തിത്തിത്താരാ തിത്തിത്തൈ. ഒന്നുകൂടി. തിത്തിത്താരാ തിത്തിത്തൈ തിത്തൈ തകതേതേതോ തിത്തിത്താരാ തിത്തിത്തൈ തിത്തൈ തകതേതേതോ. ഇങ്ങോട്ടിറങ്ങാം. ഇങ്ങോട്ടിറങ്ങാം. വരൂ. അതെയോ തിനന്തിനോ താരാ തകതയോ തിനന്തിനോ തെയ്യത്താരാ. അയ്യോ തിനന്തിനോ തെയ്യത്താരാ തകതയോ തിനന്തിനോ തെയ്യത്താരാ. ഞാനും ഡാലിയൻ കൂടെ തൊട്ടുവരമ്പേ പോകുമ്പോ തൊട്ടു വരമ്പത്തൊരു ചേനത്തണ്ട്. ചേനത്തണ്ടൻ ചീറ്റിക്കൊണ്ട് പാഞ്ഞെടുത്തു വന്നപ്പോ കുളവടി പോലൊരു ചെറുവടി കൊണ്ട് എന്റെ മോശം വന്നേ. ചീറ്റിക്കൊണ്ട് പാഞ്ഞെടുത്ത് വന്നപ്പോ ചെറുവടി പോലൊരു കുറുവടി കൊണ്ട് അമ്മസിം വന്നേ. പൊട്ടച്ചേമ്പേ, നീ എന്നോട് കളിക്കണ്ട, നീ എന്നോട് കളിച്ചാ ഞാനൊരു കെട്ടിക്കേ. അയ്യോ തിനന്തിനോ തെയ്യത്താരാ തകതയോ തിനന്തിനോ തെയ്യത്താരാ. തിത്തിത്താരാ തിത്തിത്തൈ തിത്തൈ തകതയോ തിത്തിത്താരാ തിത്തിത്തൈ തിത്തൈ തകതയോ തിത്തിത്താരാ തിത്തിത്തൈ തിത്തൈ തകതയോ. സ്വന്തം പാട്ട് പാടിയിട്ട് നിങ്ങൾ തന്നെ കൂവാണോ? കയറിയിൽ സീറ്റിലേക്ക് ഇരിക്കുന്നതിന് മുമ്പ് നമുക്കൊരു ഈ ഓണക്കാലത്ത് ഏറ്റവും ഭാഗ്യവാനായ ഒരു മനുഷ്യനോടുണ്ട്. ശശാങ്കൻ ഒന്ന് മുന്നോട്ട് വന്നേ. ശശാങ്കനാണോ ആ ഭാഗ്യവാൻ? ശശാങ്ക, ഇവിടെ ഈ നമ്മുടെ കൊച്ചി നഗരത്തിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കാൻ ഒരിക്കൽ ഒരു ലേഡിക്ക് കഴിഞ്ഞു. അത് സണ്ണി ലിയോൺ ആയിരുന്നു. ആ സണ്ണി ലിയോന്റെ പേര് നെഞ്ചത്തെഴുതി അവരുടെ മുന്നിൽ പോയി നിന്നു. എന്തായിരുന്നു കാര്യം? പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ ചിലപ്പോൾ അറിയാത്ത ആൾക്കാർ കാണും. ഈ ഔട്ടം നാളിൽ പ്രഭുദേവയും സണ്ണി ലിയോൺ, അതായത് നാളെ വൈകുന്നേരം 6:30 മുതൽ ഫ്ലവേഴ്സിലൊരു പരിപാടി സംപ്രേഷണം ചെയ്യുന്നത്. ഇത് ഐറ്റം വേറെ. അതിൽ സണ്ണി ലിയോൺ വന്നു, പ്രഭുദേവ ഉണ്ടായിരുന്നു. സണ്ണി ലിയോൺ വന്നപ്പോഴേ ഹൃദയം പിളർന്നു. പിളർന്നിട്ട് എന്താ സംഭവിച്ചത്? സണ്ണി ലിയോൺ ശശാങ്കിന് നേരത്തെ പരിചയമുണ്ടോ? ഇല്ല, ആദ്യമായിട്ട് കാണുകയല്ലേ? സിനിമകളിലൂടെ പരിചയമുണ്ട്. പുള്ളിക്ക് നല്ല പരിചയമുണ്ട്, പുള്ളിന് എത്ര പരിചയം അല്ല, ഇതിനു മുമ്പ് സിനിമകൾ എന്തായിരുന്നു അല്ലേ സംഭവം? അല്ല, ഇതെന്താണെന്നറിയാമോ? അത് വളരെ സന്തോഷം. അതിനുശേഷം ഇപ്പൊ അതുകൊണ്ടൊരു സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഇരുന്ന് സണ്ണി ലിയോന്റെ അടുത്ത സിനിമ കാണാം. ക്രിസ്മസിന് വീണ്ടും ഗസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. സിനിമകളെ കുറിച്ചൊക്കെ പഠിക്കണം എന്ന് നമുക്ക് പറയാം. ഇനിയിപ്പോ സ്റ്റേജിൽ പോകുമ്പോഴേ സണ്ണി ലിയോൺ ഫെയിം ശശാങ്കൻ. മാത്രല്ല സുമേഷേ, വേറെ സംഭവം ഉണ്ട്. ഈ റെക്കോർഡിംഗ് കഴിഞ്ഞു പോയത് മെനഞ്ഞാന്നായിരുന്നു. അതെ. ആ രാത്രി ഉറങ്ങാൻ കഴിഞ്ഞു?
വളരെ പാടായിരുന്നു സാർ. എല്ലാം ഒരുപാട് കഷ്ടമായിരുന്നു. വൈഫിനെ 3 പ്രാവശ്യം സണ്ണീന്ന് വിളിച്ചു. തന്നെ. എന്നിട്ട് ആരോടൊക്കെ എന്നെ വിളിക്കും ശശു ലിയോൺ എന്ന് പേര് മാറ്റാൻ. ശശു. ലിയോൺ ശശു. ഇല്ല, ശശു ലിയോൺ എന്ന് പേര് മാറ്റിക്കൂടെ. ഓക്കെ, എന്തായാലും നന്നായിരിക്കട്ടെ. ഇതൊരു നല്ല തുടക്കമാവട്ടെ. നല്ല തുടക്കമായിരുന്നു. എനിക്ക് നെഞ്ചത്തൊരു പേരെഴുതിക്കണമെന്ന് പറഞ്ഞൊരു മാർക്കറുമായിട്ടാണ് ഞാൻ കയറിയത് ഫാനായിട്ട്. പക്ഷെ ഞാൻ അങ്ങോട്ട് പറയണതിന് മുമ്പേ സണ്ണിയൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു. സണ്ണിയൊക്കെയോ? ആ സണ്ണിയൊക്കെ വീർ. അപ്പൊ സണ്ണി ലിയോൺ ഇവന്റെ വീഡിയോ കണ്ടിട്ടുണ്ട്. കറക്റ്റ് ആയിരിക്കും. എന്തായാലും ഓണത്തിന്റെ ലോട്ടറി ആയിരുന്നു എന്തായാലും. ജയ് ഭവ. അതേ സന്തോഷം, നമുക്ക് സർ. പറയാനുള്ളൂ. Okay, thank Okay, you, sir. thank Thank you. you, sir. Well done. Thank you. Okay, thank you. ശങ്കു ഫാമിലി ബ്ലോക്ക് ആയാ നോക്കിക്കോ. സാജൻ പള്ളുരുത്തി, നമസ്കാരം. ഈ ഓണക്കാലത്ത് എന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ടോ? ഒരുപാട് പ്രത്യേകത. കുറച്ചുകൂടെ ചെറുപ്പമായിരിക്കുന്നല്ലോ. ഞാനാ? അത്യാവശ്യം കാശ് കൂടുതൽ കിട്ടുന്നുണ്ടോ ഇപ്പോ? ഇല്ലില്ല സാർ, എന്നെ എപ്പോഴും കാണണോണ്ടാ. അതുകൊണ്ടായിരിക്കും അല്ലേ? പിന്നെ ഓണം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രവാസി മലയാളികൾക്കും ഗൃഹാതരത്വം ഉണർത്തുന്ന ഒന്നാണ്. പൊന്നിച്ചിങ്ങ മാസത്തിലെ പ്രവാസി മലയാളിയുടെ കാര്യമാണ് ആദ്യം പറയുന്നത്. ആദ്യം അവരല്ലേ സ്വദേശി മലയാളിയുടെ കാര്യം ആദ്യം മലയാളം നാട്ടിൽ നിന്നും മറുനാട്ടിലെത്തിയ ആ പ്രവാസികൾ ആഘോഷിക്കണത്ര ഓണം കേരള നാട്ടിൽ മലയാളികൾ ആഘോഷിക്കുന്നു. മനസ്സിലായി, അവിടെ കുറച്ച് ബുക്കിംഗ് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അല്ല നമ്മളിവിടെ പലപ്പോഴും മനസ്സിലായി. പോകുന്നുകൊണ്ടാ. നമ്മൾ മാത്രമല്ലല്ലോ, എത്രയോ കലാകാരന്മാർ ഓണം കഴിഞ്ഞാലും ഇപ്പോഴും ആഘോഷിച്ചുകൊണ്ടിരിക്കുവരും. അപ്പൊ അതാണ് അതിന്റെ പ്രത്യേകത. നമ്മൾ ഈ ശരിക്കും പറഞ്ഞ പൊന്നിച്ചിങ്ങ മാസത്തിൽ മാത്രമേ ഓണം ആഘോഷിക്കുള്ളൂ. ആ പൂക്കളവും ഇട്ട് ഓണക്കൊടിയൊക്കെ കൊടുത്തുകിട്ട് അതിന്റെ ഒരു മഹിമയും അതിന്റെ ഒരു സ്വന്തവും എപ്പോഴും മലയാളികൾക്കാണ്. പാടും പുഴകളും മോടികൂട്ടും മലരണിക്കാടും കൂടെ കളികളം മുഴുവും കാട്ടുചോലയും മാമണിമേടും വെള്ളി അരഞ്ഞാണം പോലെ തുള്ളിത്തുളിക്കും കടലും കായലും നീലമലയും പീലി നിവർത്തി നിന്നാടും കൊച്ചു കേരള മരതകത്തോപ്പും മഹാബലി ചക്രവർത്തി ഭരിച്ചിരുന്ന മഹത്തായ ഏറ്റവും വലിയ കേരള നാട്ടിൽ ജനിച്ച് വളരാൻ കഴിഞ്ഞതും മലയാളം പറയാൻ പ്രയാസമാണ്. ആ മലയാളം പറയാൻ കഴിഞ്ഞതും അതെ ഏറ്റവും വലുതാണ്. ആ മലയാള നാടിൻ്റെ പവിത്രത കാത്തു സൂക്ഷിക്കുന്നതാണ് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും ഒരുമയോടെ സ്നേഹത്തോടെ ആഘോഷിക്കുന്ന ദേശീയോത്സവമായ പൊൻതിരുവോണം. മിനു, എങ്ങനെയുണ്ട് ഈ ഓണം? സ്റ്റാർ മാജിക്കിലെ ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു മിനു? നല്ല രസമായിരുന്നു. അതിന് ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ സന്തോഷിച്ചു. സ്റ്റാർ മാജിക്കിന്റെ 100 മണിക്കൂർ തികഞ്ഞ ഒരു ദിവസം കൂടി. 1000 മണിക്കൂർ തികച്ചു. അതിന്റെ കൂടെ കൂടെ നമുക്കും കൂടെ ഒന്ന് യാത്ര ചെയ്യാൻ കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം. ഇമോഷണൽ ആയോ? പിന്നെ വലിയ സന്തോഷമല്ലേ. പിന്നെ ഇവിടെ വിജയിച്ചു പോകുന്ന ഒരു പ്രോഗ്രാമിന്റെ ഒരു ഭാഗമായി ആ കൂടെ നമ്മളും പോവാന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യം, ദൈവാധീനം. അടിമാലി കാട്ടാൻ ഇറങ്ങിയോടാ ഷൈജു? അടിമാലിയല്ല, അടിമാലി പരിസരത്ത്. അടിമാലിക്ക് പോകുന്ന വഴി നേരുമംഗലം കഴിഞ്ഞിട്ട് ഉണ്ടാവാറില്ലേ? ഇല്ല, ഞാൻ എവിടെയാണല്ലോ, ഞാൻ എയറിലല്ലേ സാർ. നാട്ടിൽ ഇറങ്ങാൻ സമ്മതിക്കില്ല. ആന ഇറങ്ങി വന്നത് എനിക്കൊന്നറിയോ, ഈ സാധാരണ ഇത് ടെലിവിഷൻ കാണുന്ന പ്രേക്ഷകർക്ക് മാത്രമേ ഉള്ളായിരുന്നു ബിനുവിനെ ഇങ്ങനെ ഏറി നിർത്തുന്ന പരിപാടി. സോഷ്യൽ മീഡിയ കൂടെ ഇറങ്ങിയിരിക്കും അല്ലേ? അവർ ഇറങ്ങിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? രക്ഷപ്പെടുത്തി അടങ്ങും. പക്ഷെ വേറെ കാര്യം, എന്റെ ഒരു സിനിമ ഇറങ്ങിയ പോലെ ഇത്രയും പബ്ലിസിറ്റി കിട്ടുമോ? ഇല്ല, അറിയില്ലല്ലോ. അത് സന്തോഷമാ. ഇപ്പൊ ഞാനത് ആസ്വദിക്കുക. അല്ല, എവിടെ ചെന്നാലും എടുത്തോണ്ട് പോകാൻ ആളുണ്ടോ ഇപ്പോ? എഴുതുന്ന ആ ഒരു രീതിയിലല്ല കേട്ടോ. എവിടെ ചെന്നാലും ആളുകളുടെ സ്നേഹം എഴുതുമ്പോ അവർ മനസ്സിലാക്കണം. എഴുതുന്ന ആളുകൾ വേറെ സെക്ഷനും പ്രേക്ഷകരും നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നവരും വേറെ ആളുകളായിട്ടാന്നാ എനിക്ക് തോന്നിക്കണേ. ഇപ്പൊ ബിനുവിന് എയറിൽ നിന്നല്ലെങ്കിലാണ് പ്രശ്നം. എയറിൽ ബിനു ആന്റണി, ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഓണം ഞാൻ ഇപ്രാവശ്യം ഫ്ലവേഴ്സിനൊപ്പമാണ് സാർ. അതാണ് ഏറ്റവും കാരണം ഞാൻ 3 പ്രോഗ്രാമിൽ ഇവിടെ ഫ്ലവേഴ്സിനൊപ്പം. അപ്പൊ ഞാൻ ഈ ഓണം ഫ്ലവേഴ്സിനൊപ്പം, ഈ ഓണം ഞാൻ ഫ്ലവേഴ്സിനൊപ്പമാണ്. എല്ലാ പരിപാടിക്കും ഞാൻ ഇവിടെ ഞാനിവിടെ ഉണ്ട്. അപ്പൊ ഇന്നിപ്പോ പൂച്ചയ്ക്ക് എന്താ പൊരൊരുക്കത്ത് കാര്യം എന്ന് പറഞ്ഞ പോലെ ഞാനിന്ന് ഇവിടെ വന്ന എന്താന്ന് ഞാൻ തന്നെ ആലോചിച്ചു. എനിക്ക് മനസ്സിലാത്ത ഞാൻ വന്നതന്നെ സാറേ, ഞാൻ എന്തിനാ എന്നെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു എന്തായാലും ചിരിക്കുക, എന്താ ഇവരുടെ ഒപ്പം ഇരുന്ന് നല്ല സന്തോഷിച്ച് ഹാപ്പി ആയിട്ട് പോകാലോന്ന് വെച്ചിട്ട് ഞാൻ വന്നതാ. അല്ല, അത് കുഴപ്പമില്ല. അപ്പൊ ഈ ഓണമായിട്ട് വല്ല ഒരുക്കൊക്കെ വെച്ചോ അതോ നേരേക്ക് പോകുന്നത്? ഇല്ലല്ല സാർ, എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹസ്ബൻഡ് മനുവിന്റെ വീട്ടിലാണല്ലോ, അവിടെ അമ്മച്ചിയും അവിടെ എല്ലാരും ഉണ്ട്. അതെല്ലാം ഒരുക്കി വെച്ചിട്ട് തന്നെ ഇങ്ങോട്ട് പോകും. നമുക്കൊരു കാര്യം, നമ്മൾ ഇവിടെ തന്നെ സദ്യ കഴിക്കാം. പിന്നെ നമുക്ക് പുന്നപ്രയിലൊക്കെ എങ്ങനെയുണ്ട് മധു? വളരെ സന്തോഷം സാർ. ഇപ്പൊ എങ്ങനെയുണ്ട് ജീവിതം? കുഴപ്പമില്ല. അന്ന് ഒന്നും ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്, പട്ടിണി ഇടരുതേ എന്നൊരു പ്രാർത്ഥന ഉണ്ട്. അത് ഇതുവരെ ദൈവം അങ്ങനെ വരുത്തിയിട്ടില്ല സാർ. വലിയൊരു മറ്റൊരു ഭാഗ്യമുള്ളത്, ഈ ഓണം ആകുമ്പോ എന്താണെന്ന് അറിയാൻ പറ്റില്ല, എനിക്ക് ഫ്ലവേഴ്സുമായിട്ടൊരു ബന്ധമുണ്ട്. കൃത്യ ഓണ സമയത്ത് ഞാനിവിടെ കണ്ടിരിക്കും. കഴിഞ്ഞ വർഷം സ്റ്റാർ മാജിക്കിന്റെ പരിപാടിക്ക് വന്ന് ഇവരെ എല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവരുടെ പേരുകളെല്ലാം കൂടെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു കഥാപ്രസംഗം അവതരിപ്പിച്ചു. അതെനിക്ക് ഒരു കുഴപ്പമില്ല. ഇനി ആ പരിപാടിയായിട്ട് തന്നെ വരണമെന്നാണ് പറഞ്ഞത്. അതുപോലുള്ള പരിപാടികൾ അവതരിപ്പിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ ഓണത്തിന് അടിക്കാനായിട്ട് ഞാൻ ഇത്തവണ ചെയ്തിരിക്കുന്നത് നമ്മുടെ ജനകീയ ചാനലായ 24-ലെ വാർത്താ അവതാരകരുടെ പേരും നമ്മുടെ ഫ്ലവേഴ്സിലെ
പ്രോഗ്രാംസിലൂടെ വെച്ചോണ്ട് ഒരു പാട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഉണ്ട്. അത് അടിച്ചാലോ? അടിച്ച ഞാൻ പെട്ടെന്ന് ഇപ്പൊ നമ്മൾ ഈ സാറിനെ എപ്പോഴും സാധാരണ എന്നോട് സാറിന് ചോദിക്കുന്നത് വി ഡി രാജപ്പൻ സാറിനെ കുറിച്ചാണ്. അതെ അതെ, ഞാനിതൊന്ന് മാറ്റി പിടിക്കാന്ന് വിചാരിച്ചു. പുന്നപ്ര മധു എന്ന് കേട്ടാൽ ഉടൻ വി ഡി രാജപ്പൻ എന്ന് പറയുന്ന പരിപാടി അല്ലേ? എന്റെ വൈഫ് പോലും രാത്രി രായപ്പാന്ന് വിളിക്കുന്നത്. ഞാൻ പറയും കൊച്ചാ രായപ്പല്ല, എന്റെ പേര് മധു എന്നാന്ന് പറഞ്ഞു. ഹായ് രാജാ സാഹിബ്. അയ്യോ ചേട്ടാ നമസ്കാരം. കുറെ കാലമായി കണ്ടിട്ട്. എന്തൊക്കെയാ വിശേഷങ്ങള്? ഞാന് ശരിക്കും ഇപ്പൊ ഇല്ലായിരുന്നോ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. നാട്ടുകാരെ ഓടിച്ചോ? ഇല്ല, ഇവിടെ എറണാകുളത്ത് താമസമായിട്ട് ഇപ്പൊ 13 വർഷമായി. എന്തുവാ ഈ ഓണത്തിന്റെ ഒരു പ്രത്യേകത? ഓണത്തിന്റെ പ്രത്യേകത കാര്യമായിട്ട് എന്തെങ്കിലും സംഭവിച്ചോ ജീവിതത്തില്? അല്ല, ഞാൻ എൻ്റെ അടുത്ത് ഇപ്പൊ പരിപാടികൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കുറവാണ്. അയ്യോ, പരിപാടികൾ മൊത്തത്തിൽ കൂടുതലാണെന്ന് പറയുന്നത്. രാജസാബിന് കുറവാ. എനിക്ക് കുറവാണ്. അപ്പൊ പറഞ്ഞ് ജോർജ് എന്താ സംഭവിക്കുന്നത്? എന്റെ സാറേ, ഒരു പരിപാടി, ഒരു ഉത്സവം നടത്തുന്ന പൈസയൊക്കെ പേയ്മെന്റ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പരിപാടി കാര്യമായിട്ട് ചോദിക്കാം. യൂസുഫ് പറഞ്ഞ പോലെ ഇവൻ ഇടയ്ക്കിടയ്ക്ക് പോയി വല്ലപ്പോഴും ഒരു തിമിംഗലത്തിനെ പിടിച്ചോണ്ട് വരുമെന്ന് പറഞ്ഞ പോലെ വല്ലപ്പോഴും ഒരു പ്രോഗ്രാം കിട്ടിയാൽ മതി. അവന്റെ കാര്യം പോക്കാ. പരിപാടി തന്നോ പിന്നെ ജീവനോടെ ബാക്കിയാണ്. സാറേ, പ്രോഗ്രാം കുറവാന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. ഞാനും ജോർജും രാജാസാബിയും കൂടെ ഒന്ന് പോകുന്നത്, ചെന്നപ്പോഴേ കാണുന്നത് അങ്ങരപ്പുഴ ടൗൺ ഹാളാണ്. ഡെയിലി പ്രോഗ്രാം ആണല്ലോ. ഒരെണ്ണം കഴിയട്ടെ, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ അതുകൊണ്ട് ഒത്തിരി വൈകി പോകുന്നത്. ഞാൻ താമസം മാറി ടൗൺ ഹാളിന്റെ അടുത്തായി. രാജാസാഹിബിന്റെ പാട്ടൊക്കെ പ്രസിദ്ധമാണല്ലോ മാർട്ടിൻ. തീർച്ചയായിട്ടും നമുക്കൊരു കാര്യം ചെയ്യാം, ഓണക്കാലമായിട്ട് നമുക്ക് നല്ലൊരു പാട്ടം കലക്കിയാലോ? നമുക്കിവിടെ എന്റെ പാരഡി വേണമെങ്കിൽ പാടാൻ ആർക്കെങ്കിലും പറ്റും. നമ്മുടെ മധുവൊക്കെ പാരഡി ആളല്ലേ? പാരഡി പാടുന്ന ആൾക്കാരാണല്ലോ കൂടുതൽ. റെഡിയല്ലേ? മധു റെഡിയാ. നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു പാട്ട് പാടാം. ഓക്കെ, റെഡി? ചമ്പക്കുളത്തച്ഛനുന്നം പിടിപ്പിച്ച പൊന്നാനിലിത്തോണിയോ, ആറന്മുളം തേവരാട്ടിനെത്തുന്ന പള്ളിപ്പെരുന്തോണിയോ, ഉലകിന്റെ ഉലകായ തോണി, തച്ചനുയുരൂതി തൊറ്റുന്ന തോണി, ഒരു തച്ചു പണിയാം ഒരുമിച്ചു തുഴയാം, ഹൈലേസ ഹൈലേസ ഹൈ. SKN സാറിന്റെ ടോക്ക് ഷോയോ കാണുവാൻ മില്യൺസും വ്യൂവേഴ്സുമാ, ഹൃദയത്തിലിടമുള്ള ചാനലോ നമ്പർ 124 ഫ്ലവേഴ്സും, ഉയിരിന്റെ ഉയിരായ ചാനൽ ഇത് ഗോകുലം ചെയർമാൻ ചാനൽ, നേരിന്റെ നേർക്കാഴ്ച 24 ന്യൂസും നമ്പർ 1 ചാനൽ ഫ്ലവേഴ്സ്. SKN സാറിന്റെ ടോക്ക് ഷോയോ കാണുവാൻ മില്യൺസും വ്യൂവേഴ്സുമാ, അക്ഷരക്കൂട്ടുകൾ ചേർത്ത് നാവിൽ പൊന്നു വിളയിക്കും ഹാഷ്മി, മറ്റുള്ള രാജ്യത്തെ വാർത്ത ചെന്നു നേരിൽ പറയും ജെയിംസും, ക്രിസ്റ്റീന സ്മിതയും ആ ശ്രീജിതയും കീർത്തൻ വിജയകുമാറുമിന്മേ, ആ ശ്രീലക്ഷ്മി അനുജയാം പ്രവിത ലക്ഷ്മി വിജയും പ്രജിത്തും സുഖൈ. സാറിന്റെ ടോക്ക് ഷോയോ കാണുവാൻ മില്യൺസും വ്യൂവേഴ്സുമാ, ഹാസ്യത്തിൻ മെമ്പൊടി ചേർത്ത് ഫ്ലവേഴ്സ് ചാനലിൽ പ്രോഗ്രാമിന്നേറെ, ഉരുളയ്ക്ക് ഉപ്പേരി പോലെ സ്റ്റാർ മാജിക്കിൻ കൗണ്ടർ തിളക്കം, ശ്രുതിപ്പടകൾ തൻ കൊഞ്ചലു കേൾക്കുവാൻ പാട്ടിന്റെ ടോപ്പ് സിംഗറും. സാറിന്റെ ടോക്ക് ഷോയോ കാണൂ മില്യൺസും വ്യൂവേഴ്സുമാ, ആ മില്യൺസും വ്യൂവേഴ്സുമാ, ആ മില്യൺസും വ്യൂവേഴ്സുമാ. ചമ്പക്കുളം തച്ചനുന്നം പിടിപ്പിച്ച പൊന്നാനിലിത്തോണിയോ, ആറന്മുളത്തേവരാറാട്ടിനെത്തുന്ന പള്ളിപ്പെരുന്തോണിയോ. താങ്ക് യു. മധു, ഇത് എത്ര ദിവസം എടുത്ത് എഴുതിയതാ? ഇല്ല, ഞാൻ ഇന്നലെ രാത്രി ഇപ്പൊ ഈ പരിപാടിക്ക് വരണം പറഞ്ഞപ്പോ ഓരോ പരിപാടിക്ക് വരുമ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യസ്തത വേണമല്ലോ. അപ്പൊ അതുകൊണ്ട് പക്ഷെ ഞാനിത് പാട്ട് പകുതിയെ പാടിയുള്ളൂ. നമ്മുടെ പ്രോഗ്രാംസ് കംപ്ലീറ്റ് ഉണ്ട്. അടുത്ത വർഷം മധു ഒരു ഉപകാരം ചെയ്യണം. എന്തെങ്കിലും കേരളത്തിലെ വാർത്താ ചാനലുകളിൽ എല്ലാം ന്യൂസ് വായിക്കുന്നുണ്ട്, മൊത്തം പേരും വെച്ചൊരെണ്ണം എഴുതണം. തീർച്ചയായിട്ടും എഴുതാം. കാരണം അതും ഒരു രസമല്ലേ? തീർച്ചയായും. അപ്പൊ ഹരിശ്രീ യൂസഫ്, എങ്ങനെ കൊണ്ട് കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് പോകുന്നു. കഴിഞ്ഞ തവണ കണ്ടപ്പോ ഞാനൊരു കാര്യം പറഞ്ഞു. എന്തായിരുന്നു സാർ പറഞ്ഞത്? കേട്ടില്ലായിരുന്നോ? ഇല്ല, മറന്നുപോയി. എന്താ പറ്റിയത്? എന്തായിരുന്നു സാർ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് ഇതെല്ലാം പോകും, ഈ സമയവും കടന്നു പോകും. തീർച്ചയായും വലിയ തിരിച്ചുവരവായിരിക്കും. തിരിച്ചു വന്നല്ലോ, തിരിച്ചു വന്നുകൊണ്ടേയിരിക്കുന്നു. ഞാൻ പറഞ്ഞത് സാറ് പറഞ്ഞത് ഞാൻ അച്ചട്ടായിരിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും എല്ലാവർക്കും ഓണാശംസകൾ. എന്നെ ഇളക്കി വിടരുത്, ഞാൻ അടങ്ങിയിരിക്കുവാണ്.
എല്ലാവർക്കും കംപ്ലൈന്റ് ആണ് സാറേ. ഇപ്പൊ ജോർജ് വന്നപ്പോൾ തന്നെ പറയടാ ഞങ്ങളെ കൂടി എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ നീ അനുവദിക്കണം, ഈ മൈക്ക് മേടിച്ച തരിയണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ അതുകൊണ്ട് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല ഇവിടെ ഇരിക്കും. സാർ വന്ന് ചോദിച്ചത് മാത്രം ഞാൻ തുടങ്ങിയിട്ടില്ല. തുടങ്ങിയോ? ഇല്ല, സമയം കിട്ടിയിട്ടില്ല സാറേ, പറയിപ്പിക്കില്ലല്ലോ. അമേരിക്കയിൽ എന്തോ പോയിട്ട് അല്ലെ ഡോളർ പ്രശ്നമല്ലോ ഉണ്ടായോ? ഒരു പ്രശ്നം ഉണ്ടായില്ല. അതൊരു തമാശക്ക് വേണ്ടി ഉണ്ടായ സംഭവമാണ്. ഡോളർ പ്രശ്നമല്ല. ഞാനും ജാഫർ, ഷൈജു അടിമാലി ഞങ്ങൾ എല്ലാവരും കൂടി അമേരിക്ക പരിപാടിക്ക് പോയപ്പോൾ ഒരു സൈഡ് ബിസിനസ്സായിട്ട് കുറച്ച് CD കൂടി കൊണ്ടുപോയായിരുന്നു വിൽപ്പന നടത്താൻ വേണ്ടി. ഓണക്കാസറ്റുകളൊക്കെ ഓണത്തിന്റെ സമയത്താ സാർ. അപ്പൊ ഓണമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പരിപാടിക്ക് പോയത് മാവേലി കൊമ്പത്ത്. അപ്പൊ നമ്മുടെ ഇടുക്കി സിനിമയിലൊക്കെ ഇത്തിരി ഫേമസ് ആയിട്ടിരിക്കുന്ന ഇടുക്കി ജാഫറാണ് അന്ന് ഞങ്ങളുടെ CD-യുടെ വിൽപ്പനയുടെ ചാച്ചപ്പൻ. നല്ല വിൽപ്പനക്കാരനാണ്. നല്ല വിൽപ്പനക്കാരനാണ്. അപ്പൊ അദ്ദേഹം ആഡിറ്റോറിയത്തിന്റെ ഫ്രണ്ടിൽ തന്നെ മേശയൊക്കെ ഇട്ട് CD ഒക്കെ നിരത്തി വെക്കുന്നു. നമ്മുടെ ഷൈജു അടിമാലി ഞാനൊക്കെ പുറത്ത് ഓടി കിടന്ന് വിൽക്കുന്നു. ആഡിറ്റോറിയത്തിന്റെ പുറത്തൊക്കെ പോയി ഓടി കിടന്ന് വിൽക്കുന്നു. അപ്പൊ എനിക്കിത് വിൽക്കുന്ന ആവേശമായതുകൊണ്ട് ഞാൻ 2 ആഡിറ്റോറിയം കഴിഞ്ഞൊക്കെയാണ് പോയി വിറ്റോണ്ടിരിക്കുന്നത്. പുറത്തുള്ള റോഡിലുള്ള സായിപ്പന്മാർക്ക് വരെ വിറ്റോണ്ടിരിക്കുകയാണ്. അങ്ങനെ വിറ്റുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ജാഫർ ഇടുക്കിയിൽ വന്നിട്ട് ഒരു അച്ചായൻ ഒരു $100 കൊടുക്കുന്നു. അപ്പോൾ ജാഫർ ഉടൻ തന്നെ ഒരു CD കൊടുക്കുന്നു, $95 കൊടുക്കുന്നു. അപ്പോൾ ഈ അച്ചായൻ പറഞ്ഞു CD ഒന്നും വേണ്ട, മിമിക്രിക്കാരനല്ലേ? അതെ, $100 എല്ലാ മിമിക്രിക്കാർക്കും ഞാൻ $100 വെച്ച് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ് മിമിക്രിക്കാരെ. ജാഫറിന് $100 കിട്ടി. ഇവൻ തൊട്ടടുത്തിരിക്കുന്നു, ഇവനും കിട്ടി $100. എനിക്ക് തന്നു. വേറൊരു ആർട്ടിസ്റ്റ് സോളമൻ ചങ്ങനാശ്ശേരി ഉണ്ടായിരുന്നു, അവനും കിട്ടി $100. ഞാൻ ആ പരിസരത്തില്ലായിരുന്നു, ഞാൻ പുറത്ത് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. കാരണം എൻ്റെ ആവേശത്തിൽ കൂടുതൽ കച്ചവടം കിട്ടാൻ വേണ്ടി ഞാൻ കുറേ ലോങ് ആയിരുന്നു. അപ്പം ഇവനെ അന്വേഷിച്ച് ഞാൻ നടക്കും, ഇവന് മാത്രമേ പൈസ കിട്ടാത്തുള്ളൂ. അപ്പോൾ ഓടിച്ചെന്ന് പുറത്തുനിന്ന് വിളിച്ചു കൊടുത്ത് വാ പെട്ടെന്ന് എന്നോട് പറഞ്ഞു നീ കച്ചവടം നിർത്തും, എല്ലാ മിമിക്രിക്കാർക്കും $100 വെച്ച് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് 6000 രൂപയല്ല സാർ, അന്ന് 6000 രൂപയാണ് അറിയണ്ടല്ലോ കരുതി ഞാൻ അവിടെ നിന്നേ ഓടി വന്നിട്ട് അപ്പോൾ ഈ അച്ഛനെ കാണില്ല. അപ്പോൾ ഇവൻ പറഞ്ഞിട്ടാ ഇല്ലേ ഇരിക്കേണ്ട അച്ഛനെ, ഇല്ലേ പോയി ചോദിക്കും $100. അപ്പോൾ കളയണ്ട എന്ന് കരുതിയിട്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ചോദിക്കണം തള്ളി വിടുക. ഞാൻ അച്ചായൻ്റെ ഇടയ്ക്ക് ചെന്നിട്ട് ഇവർക്ക് കറക്റ്റായിട്ട് ചോദിക്കാതെ തന്നെ കിട്ടി. ഞാൻ സത്യം പറയാമെങ്കിൽ സാറേ, ഞാൻ ചെന്നിട്ട് എന്നൊക്കെ പറഞ്ഞൊന്ന് എന്തേ ഞാനും മിമിക്രിക്കാരനാണ്. ആണോ? അപ്പൊ തന്നെ പേഴ്സ് എടുക്കുന്നു. അയ്യോ സോറി കേട്ടോ, എൻ്റെ കാശ് തീർന്നു പോയിരുന്നു. അതില്ലാത്തൊരു തള്ളായി പോയി ഇവൻ തള്ളിവിട്ടത്. അതായത് എല്ലാവർക്കും കൊടുത്ത് പുള്ളിയുടെ കാശ് തീർന്ന് ആ സമയത്ത് തന്നെ തള്ളിവിട്ടത്. അപ്പം ഞാൻ സത്യം പറയില്ല സാർ, ചമ്മി എന്ന് പറഞ്ഞ ശരിക്കും ചമ്മി. കാരണം ഒരു കാര്യമില്ല, ചോദിച്ചു തന്നൂല്ല, പക്ഷെ ദൈവം എന്നെ കൈവിട്ടില്ല. പിന്നെ ഡോളർ അപ്പം തന്നെ അച്ചായൻ്റെ അടിക്കലായിട്ട് വേറൊരു അച്ചായൻ. അപ്പോൾ പുള്ളിയുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി, അതുകൊണ്ട് ടാക്സിക്കോ വണ്ടിയുള്ള കാശേ ഉള്ളൂ. അപ്പം അയ്യോ ബ്രേക്ക് ഡൗൺ ആയി, വണ്ടിക്ക് പോകാനുള്ള കാശേ ഉള്ളൂ, അതുകൊണ്ട് കേട്ടോ അനി ഞാൻ അടുത്ത പ്രാവശ്യം തരും എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ തന്നെ ഒരു അച്ചായൻ പറഞ്ഞു, ഏയ് ഫ്രാൻസിസ് ഞാൻ ഡ്രോപ്പ് ചെയ്യാമല്ലോ, എന്തിനാ ടാക്സി വിളിക്കുന്നത്? അതെ. ഓ അനിയ കം പിടിക്കും. $100 എനിക്കും കിട്ടി. അങ്ങനെ എനിക്ക് ആ അച്ചായന് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഫ്ലോറിഡയിലാണെങ്കിൽ ആ അച്ചായന് മിമിക്രിക്കാരുടെ എല്ലാവരുടെയും ഒരു നന്ദി പറയണം. കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ് അദ്ദേഹത്തിന് മിമിക്രി. അല്ല, പാട്ടുകാരുണ്ട്, ഡാൻസുകാരുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ മിമിക്രിക്കാരെ മാത്രമേ വിളിക്കുള്ളൂ. പിന്നെ ആന്റണി പോയ 10 പൈസ വയ്ക്കത്തില്ല അല്ലേ? ഇപ്പൊ അച്ചായൻ ഒരു $100 വേണ്ടി അലഞ്ഞോണ്ടിരിക്കുക. അടുത്ത തവണ അമേരിക്കയിലേക്ക് പോകുന്നത് എപ്പോഴാ? അടുത്ത തവണ അമേരിക്കയിലേക്ക് പോകുന്നത് ആരെങ്കിലും വിളിച്ചാൽ. മറ്റേ പാട്ടൊന്ന് പാടി, ഏകാന്ത പതികൻ ഞാൻ. ഏകാന്ത പതികൻ ഞാൻ, ഏകാന്ത പതികൻ ഞാൻ, ത്തിലെ ഏകാന്ത പതികൻ ഞാൻ. ഓണപ്പൂവേ ഓണമല്ല സാറേ, ഓണമല്ല യൂസഫ്, ഇത് ആരാ പാടുന്നറിയോ? $100 തന്ന അമേരിക്കക്കാരൻ. അതല്ലേ ഇതാണ് മണിക്കൂട്ട. ചവറയിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? എല്ലാം കൊണ്ടും അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുന്നുണ്ടോ? ചവറക്കാരെ കൊണ്ട് ശല്യമുണ്ടോ? ഇല്ലില്ല, ചവറക്കാർക്ക് ശല്യമുണ്ടോ? അങ്ങനെ മണിക്കൂട്ടിനും മായും ആയിട്ട് ബന്ധമുണ്ടോ? രണ്ടുപേരും ജോഡികളാണ്. ആരുമായിട്ടാ സ്കിറ്റൊക്കെ കൂടുതലും ചെയ്യുന്ന ആരുമായിട്ടാ? മായായിട്ടല്ലേ? അതായത് മായുമായിട്ട് ബന്ധമുണ്ടോ? മായയായിട്ട് ബന്ധമുണ്ടോ? മായ എങ്ങനെയുണ്ട് കാര്യങ്ങള്? മണിക്കുട്ടിനെ കൊണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. നമസ്കാരം സാർ. നമസ്കാരം. അമേരിക്ക പോയത് നിങ്ങൾ ഡോളർ എല്ലാം കിട്ടിയത് നിങ്ങൾക്ക്? കിട്ടി. നിങ്ങൾക്ക് കിട്ടി 100? കിട്ടി. അത് എവിടെയത്? ഈ സ്ഥലം പറഞ്ഞു കൊടുത്ത ആൾക്കാർ മ്യൂക്രിക്കാർ മൊത്തം സാധനമൊക്കെ അങ്ങോട്ട് പോകാതിരിക്കുക. മണിക്കുട്ടാ,
അപ്പൊ എന്നെ മറന്നുപോയി. അയ്യോ അവര് തമ്മിലൊരു തേങ്ങാബന്ധമുണ്ട്. തേങ്ങാബന്ധം മാത്രോ? എത്ര ഹിറ്റ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അല്ല കോമഡി ആക്ട്രസിന് അവാർഡ് കിട്ടിയെന്ന്. മിനി കിട്ടിയോ? ആ അതല്ലേ, ഞങ്ങള് തമ്മിലായിരുന്നു ഒരു എത്ര സ്കിറ്റായിരുന്നു അതെല്ലാം മറന്നുകൊണ്ടല്ല. അയ്യോ പറയണ്ടേ, ഞാൻ എന്നെ മറന്നുപോയി ഇന്ന് മായനെ. അയ്യോ മറന്നു. അല്ലെ എനിക്കൊന്ന് നിങ്ങളെ രണ്ട് ഹൃദയങ്ങളെ തമ്മിൽ അടുപ്പിച്ചത് ഒരു തേങ്ങയാണോ? ആ തേങ്ങയാണ്. എന്തൊരു തേങ്ങയാണ്? അല്ല, അത് അവര് തമ്മില് ഒരു സ്കിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതാ. തേങ്ങയുടെ സ്കിറ്റാണ്. അതെ, തേങ്ങ അടിച്ചു പൊട്ടിക്കുന്നത്. എന്നിട്ട് പൊട്ടിയോ? അത് ഭയങ്കര വൈറലായിരുന്നു. ഇല്ല സാറിന് തേങ്ങ നമ്മള് പൂജിച്ചു കഴിഞ്ഞാൽ എവിടെങ്കിലും എറിഞ്ഞു പൊട്ടിക്കുമല്ലോ. അപ്പോൾ എറിഞ്ഞു പൊട്ടിക്കുക ഒരു സ്ഥലം കാണാൻ വന്നപ്പോൾ ഈ സമയത്ത് ഇദ്ദേഹം കൊണ്ട് നടന്നു പോയി കുഞ്ഞിങ്ങനെ നിൽക്കുക. എന്തോ എടുക്കുമ്പോൾ ഞാൻ പാറയാന്ന് വിചാരിച്ച് ബാക്കിൽ ഇങ്ങനെ എറിയുന്നു. അവർ തേങ്ങ പൊട്ടുകയും ചെയ്യുന്നു. ഇത് വല്ലാതെ വൈറലായി പോയൊരു എറിയാൻ പറ്റിയ സ്ഥലം. മണിക്കൂട്ടനും മായ എന്ന് പറയുന്ന സംഭവം ഇല്ലേ, ആ മാ കൊണ്ടുള്ള ആ സംഭവം ഏറ്റെടുക്കരുത്. അത് ഞാൻ പേറ്റന്റ് എടുത്തിരിക്കുന്നതാണ്. എന്റെ കുടുംബം പേറ്റന്റ് എടുത്തിരിക്കുന്നതാണ്. എന്റെ പേര് മധു, ഭാര്യയുടെ പേര് മായ, മക്കളുടെ പേര് മഹാദേവൻ മഹേശ്വർ, വീട്ടുപേര് മാതാപിത, എൻ്റെ കുടുംബത്തിന്റെ വീട്ടുപേര് പിന്നെ മിമിക്സ് പവൻ, അനിയൻ്റെ പേര് മനോജ്, വൈഫിൻ്റെ പേര് സുമ, മക്കളുടെ പേര് മഹിമയും മാളവികയും, ഞങ്ങളുടെ ജോലി മിമിക്സ് പരേഡ്, വീട്ടുപേര് മിമിക്സ് പവൻ. ഞാൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്തത് മോഹസൗദ്. അങ്ങനെ മുഴുവൻ മായാണ്. അടിച്ചെടുക്കാൻ നോക്കരുത്. ചേർത്ത് അത്രേ ഉള്ളൂ. നമുക്കൊരു അനുഗ്രഹം കൊടുക്കാം. സംസ്ഥാന അവാർഡ് കിട്ടിയ ആളല്ലേ? അതെ അതെ. ഞെട്ടിപ്പോയോ? ഞെട്ടിപ്പോയി. അവാർഡ് കമ്മിറ്റി ഞെട്ടിപ്പോയി. അല്ല, ഏത് ഇതിലാണ്? 2022 ഏറ്റവും ടെലിവിഷൻ വലുതാഗ്രേസരൻ ഹാസ്യ നടൻ. എവിടെയാ വീട് ബാസിയുടെ? ഞാൻ വൈക്കം. നേരായ വഴിക്കല്ലേ ഇത് കിട്ടി? നേരായ വഴിക്ക്. ഒരു ഉറപ്പില്ല സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചാൽ. അല്ലല്ല, അത് ഇപ്പോഴൊന്നും വിശ്വാസം കിട്ടിയടാ. ഇവിടുത്തെ കിട്ടി. കയ്യോടെ പിടിച്ചു. ഈ വാർത്താ ചാനലുകളൊക്കെ അവാർഡ് കിട്ടിയ കാര്യം പറയുമല്ലോ. അവാർഡ് ലഭിച്ചു നേരായ വഴിക്കാണെ പറയും, അല്ലെങ്കിൽ അവാർഡ് കരസ്ഥമാക്കി. ബാസിക്ക് അവാർഡ് നേടിയെടുത്തു അല്ലെങ്കിൽ കരസ്ഥമാക്കി. അവാർഡ് നേടി. അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഞാനും പിന്നെ ഞങ്ങളൊരു 15 പേരും വന്ന് പറഞ്ഞിട്ട് പുള്ളി വിശ്വസിച്ചില്ല. നിങ്ങൾ പേരല്ലേ? അതെ അതെ. പോൾസൺ അല്ലേ? പോൾസൺ പാസി. ഞങ്ങൾ 26 വർഷം കഴിഞ്ഞു. ഇഴ പൊട്ടാതെ 27 കൊല്ലം കൊണ്ട് നടന്നു. അതെ. അത് ഭയങ്കര സംഭവം തന്നെ. അടിമാലിയൊക്കെ 3 കൊല്ലം അടിച്ചു പിരിഞ്ഞേ. ഇല്ല സാർ, എന്റെ ട്രൂപ്പ് തുടങ്ങി അന്ന് മുതലുള്ള അതേ ആർട്ടിസ്റ്റുകൾ ഇന്നുണ്ട്. ഒന്നുമില്ല, എന്നെയും പറഞ്ഞു വിടുന്നില്ല. എന്താ എന്റെ രഹസ്യം? അതെ അതെ അതെ. വേറെ ട്രൂപ്പിലേക്ക് ഞങ്ങൾ ആരും എടുക്കില്ലെന്ന് ആരും രക്ഷപ്പെടാൻ അനുവദിക്കൂല അല്ലേ? അല്ലാണ്ട് പിന്നെ രാജേഷ് അടിമാലി. രാജേഷ് ബിനു അടിമാലിയെ അഥവാ ബിനു അടിമാലി ഒരു സ്റ്റാർ മാജിക്കിന് കണ്ടില്ലെങ്കിൽ ശബ്ദം പറയാൻ പറ്റുമല്ലോ. തീർച്ചയായും അല്ലേ? ഒന്ന് പറഞ്ഞേ. ബിനു പറയുന്നു പണി തുടങ്ങിയപ്പോൾ കാലം പോലുള്ള ആൾക്കാരെല്ലാം കൂടെ ഉണ്ടെന്നാ പറയുന്നത്. അത്രയും നല്ല സ്വഭാവ മഹാത്മ്യമുണ്ട്. പക്ഷേ 27 മണിക്കൂർ ഏറല. പറയൂ. എടാ കൊച്ചേ ബിനേഷേ, പരിപാടി കളിക്കടാ, നീ എന്നാടാ ഈ കാണിക്കണേ? ചാനൽ എന്ന് പറഞ്ഞാൽ ദൈവമാ. അതിൻ്റെ മുമ്പിൽ ചെന്ന് കോപ്രായം കാണിക്കാതെ പുറകുവശത്തോടെ ഓടിക്കണ തൊഴുകി ഞാൻ. നോർമൽ അല്ലെങ്കിൽ എങ്ങനെ പ്രോഗ്രാമിൽ സ്കിറ്റ് കളിക്കണ അത് വേറെ സ്റ്റൈല് പോലത്തെ. അതെങ്ങനെയാ? നീ എന്നാടി പെണ്ണ ഈ കാണിക്കണം? വർത്താനം പറഞ്ഞ് തിരിഞ്ഞു നോക്കിയിട്ട് കാണാനല്ലോടി നീ എൻ്റെ മൂക്കിൻ്റെ ഒറ്റ ഞാൻ അങ്ങനെ ഇതുകൊണ്ട് വിറ്റ് പോകാൻ പറ്റുമോ? അത് ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ പണ്ട് നമ്മൾ സാറിൻ്റെ ഒരു ഷോ ചെയ്ത സാധനം ഇപ്പോഴും ഇങ്ങനെ മില്യൺ അടിച്ചോണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് താങ്കൾക്ക് വല്ല ഗുണമുണ്ടോ? ഇല്ല, എനിക്കും ഇല്ല, നാട്ടുകാർക്കും ഇല്ല. അല്ലേ, ഷൈജുവിനെ താങ്കൾ ഇമിറ്റേറ്റ് ചെയ്തേ? വേറെ അടിമാലിക്കാരുണ്ടല്ലോ. ഇമിറ്റേറ്റ് അല്ല, ഇവിടെ നടക്കണതേ. ഇങ്ങോട്ട് വന്നേ. ഷൈജു ഇങ്ങോട്ട് നടന്നു. ഷൈജു ഇങ്ങോട്ട് നടന്നു. ആദ്യം ഷൈജു നടക്കുന്നു നോക്കട്ടെ. പുള്ളിയുടെ നട കൊള്ളാമെന്ന് നോക്കട്ടെ. ഓക്കെ, റെഡി. അങ്ങനെയാണോ? അവനെ മാറ്റി കണ്ടിട്ടുണ്ടല്ലോ. അതിപ്പോ ഞാൻ പറഞ്ഞോണ്ട് പുള്ളി മാറ്റിയതാ. പുള്ളി അല്ലാത്ത രാജേഷ് നടന്നോ? ഇതിൽ നന്നായിട്ട് ഷൈജോനെ രാജേഷ് കാണിക്കും. രാജേഷ് ഒന്ന് കാണിച്ചു. രാജേഷ് ഒന്ന് കാണിച്ചു. രണ്ടുപേരുടെ ഒന്നിച്ചൊന്നാണ്. ഞാനും അടക്കാം. ഏറ്റവും നന്നായി സാറാ. പിന്നണി ഗായകരുടെ വോയിസ് ആണ്. ആദ്യം മധു ബാലകൃഷ്ണൻ ചേട്ടന്റെ വോയിസ് തകർത്തോണം. അടുത്തതായി മധു ബാലകൃഷ്ണൻ. എങ്ങു നിന്നു വന്ന പഞ്ചവർണ്ണ കിളി നീയോ, എന്നും എൻ്റെ എന്നു ചൊല്ലുവാനോ ഇഷ്ടമേറെ. നീ മുളം തണ്ടിൽ
ചുംബിച്ചിരുന്നു പണ്ടേ മൗനസ്വരമായി ജന്മങ്ങളിൽ മോഹം കൈനീട്ടുന്നു വീണ്ടും തങ്കക്കിനാവിലൊന്നിച്ചിരുന്നു കണ്ണിത്തിരി തെളിക്കാന നെഞ്ചോരം താളം തേടിയോ. താങ്ക് യു രജീഷ്. വെൽ ഡൺ. സാർ നമ്മുടെ ജോർജ് ഇവിടെ വന്നപ്പോൾ പറഞ്ഞു മൈക്ക് മാറ്റി ജോർജിന് ഈ പുതുമയുള്ള ഐറ്റംസ് ഒന്നുമില്ല. എല്ലാവരും എല്ലാം പ്രാവശ്യം വന്ന് തബല വായിച്ചിട്ട് പോടാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഫീലായി. ഇന്നലെ രാത്രി ഇരുന്നുകൊണ്ട് ഒരു പുതിയ ഐറ്റം പ്രാക്ടീസ് ചെയ്തു. അതിവിടെ കാണിക്കാനുള്ള ഒരു അവസരം കൊടുക്കണം. ഞാൻ ഞെട്ടിപ്പോയി സാർ. ആ ഐറ്റം കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ അപ്പൊ തന്നെ അംഗീകരിച്ചു. ഇങ്ങനെയാണ് വേണ്ടത്. അല്ല ബാക്കിയുള്ളവരും കൂടി ഞെട്ടട്ടെ. ആയിക്കോട്ടെ. എല്ലാവരും ഞെട്ടിച്ചല്ലോ ജോർജ്. പുതിയ ഐറ്റം എല്ലാവരും സഹകരണം വേണം, പ്രോത്സാഹനം വേണം. ഈ തിരുവോണ നാളിൽ നമ്മൾ അവതരിപ്പിക്കുന്നു പുതിയ ഐറ്റം. ദൂരെ ഒരു ഹെലികോപ്റ്റർ വന്ന് ഒരു ഹെലികോപ്റ്റർ ഇങ്ങനെ വന്നു. ഹെലികോപ്റ്റർ ഇങ്ങനെ ദൂരെ വഴി അങ്ങ് പൊക്കോണം. അതിങ്ങനെ ലാൻഡ് ചെയ്യുമ്പോ വേറൊരു സംഗീതോപകരണത്തിന്റെ ശബ്ദത്തിൽ മാറും. ഹെലികോപ്റ്റർ മോർഫിംഗ്. സൂപ്പറായി. അത് പുതിയ ഐറ്റം അല്ലേ സാറേ? ഹെലികോപ്റ്റർ വന്നു, തബലയിൽ ഇറങ്ങി. ഹെലികോപ്റ്റർ വന്നു, ജോർജിനെ റാഞ്ചി കൊണ്ടുപോകുന്നു. ഷാജു, ഓണക്കാലത്തെ തിരുവോണമൊക്കെ അല്ലേ, എന്താ പരിപാടി? ഷൂട്ടിംഗ് നടക്കണം സാർ. പടം നടക്കണം. ഓണത്തിനും അതെവിടെയാ? ഒന്ന് ഗോകുലത്തിന്റെ തന്നെ ബബ്ബ എന്ന് പറയുന്നൊരു നടക്കുന്നു. പറയാം, ഇരിക്കാൻ സമയമില്ല. കുഴപ്പമില്ല, നിർത്താതെ ഓടിക്കൊണ്ടിരിക്കുകയാണോ? അല്ല, ഇവിടെ ഇരിക്കുമ്പോഴൊരു സുഖം. ഓട്ടമില്ല, നല്ല വേഷങ്ങളൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. കുഴപ്പമില്ല, അതൊരു വലിയ മാറ്റമാണ്. വലിയ മാറ്റം. ഇഷ്ടംപോലെ സിനിമകൾ നടക്കുന്നു, തിയേറ്ററിൽ വരുന്നു, സിനിമകളൊക്കെ ഓടുന്നു. അതെ അതെ അതെ. ഇടയ്ക്ക് പേരുകളൊന്നും വന്നില്ലല്ലോ? ഇല്ല. ഇടയ്ക്ക് TV നോക്കിയിരിക്കുമ്പോ വൈഫ് വന്നിട്ടേ വന്നോ അപ്പൊ ജോർജിന് ടെൻഷൻ ഉണ്ടാവും? എനിക്ക് ടെൻഷനില്ല. ഇല്ല സാറേ, ഞാനിപ്പോ ബിഗ് സിനിമ ചെയ്യുന്നില്ല, ഫിലിം ചെയ്യുന്നില്ല, ഷോർട്ട് ഫിലിമാണ് ചെയ്യണത്. അതുകൊണ്ട് പേടിക്കണ്ടല്ലോ സാർ. ഷോർട്ട് ഫിലിമിലായ പ്രശ്നമില്ല. ഷോർട്ട് ഫിലിം ചെയ്തത് ജോർജ് നേരത്തെ സിനിമ ചെയ്തിരുന്ന നേരത്തെ സിനിമ ഏത്? സാജമലത്തിൽ ജനിച്ചിട്ടുണ്ടാവില്ലല്ലോ. അപ്പൊ ഞാനെന്ത് ചെയ്യാനാണ്? അതാണ് അപ്പൊ ഞാൻ കുറച്ചും കൂടി ചെറുപ്പമായി. അതെ, അല്ല, അതുകൊണ്ട് ഞാനിപ്പോ ചെയ്യുന്ന ഷോർട്ട് ഫിലിം ചെയ്തായിരുന്നു. ഏട്ടച്ചെന്നാണ് ആ ഷോർട്ട്. ഉള്ള കാര്യങ്ങളാണോ? ഉള്ള കാര്യമല്ല, ഇത് ഓണത്തള്ളല്ലേ. മാത്രമല്ല ഈ തള്ളായതുകൊണ്ടാണ് എനിക്ക് പേടി. ഓണത്തള്ളാണ് ഇതൊക്കെ. ഏലൂര് വരെ ഓടും. അതിനിടയ്ക്ക് കൂടി കാര്യങ്ങളും പറഞ്ഞു പോകണോ? സാറേ, ഒരിക്കലും പണ്ട്, ഇപ്പോഴൊന്നുമല്ല, കുറെ നാളുകൾക്ക് മുമ്പാണ് ഞാൻ ജോർജും ഈ മാർട്ടിനും കൂടി ബീച്ചിലിരിക്കണായിരുന്നു. അപ്പൊ ബീച്ചിലിരിക്കുന്ന സമയത്ത് കാറ്റ് കൊള്ളാൻ വേണ്ടി ഇരുന്നതാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ ഇരുന്ന് ജോർജോ ഒരു സാധനങ്ങൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി. ഞാൻ മാർട്ടിനെ എന്നോട് പറഞ്ഞു, എടാ ഇപ്പം ഭയങ്കരമായിട്ട് നല്ല കഥകളൊക്കെ പറയുമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ചോദിച്ചു, ഇവന്റെ തള്ളകഥ കേൾക്കാൻ വേണ്ടി. അവൻ പരിചയപ്പെട്ട് വന്നേ ഉള്ളൂ. അപ്പൊ ജോർജ് എന്നോട് പറഞ്ഞ് ഒരു പഴയ ഒരു സംഭവം ഉണ്ട്, അപ്പോൾ റിയലായിട്ട് പറയണേട്ടാ. ഇവൻ മാർട്ടിൻ എൻ്റെ കാതി പറഞ്ഞത് തള്ളായിരിക്കോട്ടാ. ജോർജ് പറഞ്ഞ് ഇങ്ങനെ ഒരു കപ്പൽ, ഞാനിങ്ങനെ കുളിക്കാൻ വേണ്ടി, ഞാനും ഞങ്ങളുടെ കുടുംബാംഗങ്ങളും കൂടി ഇങ്ങനെ കുളിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് ബ്രിട്ടനിൽ നിന്ന് വന്നൊരു കപ്പൽ ചെളിയിൽ പൂണ്ടുപോയി. എത്ര ശ്രമിച്ചിട്ടും അയാൾക്ക് ഓടിച്ച് കരയിൽ കയറ്റാൻ പറ്റണില്ല. അങ്ങനെ കൈകാലിട്ടടിച്ചപ്പോൾ ഈ ജോർജിനെ കണ്ടെന്ന് പറഞ്ഞ്, അങ്ങനെ ജോർജും ആ 4-5 കൂട്ടുകാരും കൂടി ചെന്ന് തള്ളിയാണ് ആ കപ്പൽ കരക്കയറ്റിയത്. അപ്പോൾ ഉടനെ മാർട്ടിൻ പറയാണ്, കപ്പൽ കരയിൽ കയറിയിട്ടും ജോർജിന്റെ തള്ളു ഇതുവരെ നിന്നിട്ടില്ല അല്ലേ? അനുവേ, സ്ക്രിപ്റ്റ് എഴുത്തൊക്കെ എങ്ങനെയാണ്? അതിനെ കുറച്ചുകൂടെ ചുള്ളനായല്ലോ. ആണോ? ഞാൻ കഴിഞ്ഞ ഓണത്തിനല്ലേ കണ്ടത്, പിന്നെ ഇടയ്ക്കൊന്നും കണ്ടതുമില്ല. ഇപ്പൊ ആ കൂടെ ഒരു സംഭവം കിടിലമായിട്ടുണ്ട്. എന്തെങ്കിലും ഈ ഊർജത്തിന്റെ രഹസ്യം? ഇല്ല, ഒന്നും. അതായത് ഒരു തെളിച്ചം വന്നു, മുഖത്തൊരു ചൈതന്യം. മുടിയാണോ? അതാ ഞാൻ ചോദിച്ചേ. ഒന്ന് എടുത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ? ഗ്രാമത്തിലെ റേഷൻ കടയുടെ പോലെ അല്ലേ? അതെ അതെ. നാട്ടിൻപുറത്തെ ചില പീടികളിലൊക്കെ ഇങ്ങനെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത മുടിയാണ്, അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നത്. അല്ല, അതെങ്കിലും സാറേ ഒന്ന് ഉയർന്നിരുന്നോട്ടെ എന്ന് കരുതിട്ട് വിചാരിച്ചു. ഓണക്കാലത്ത് എന്തെങ്കിലും ഒരു പ്രത്യേകത, കുറച്ച് പ്രോഗ്രാമുകൾ കൂടുതൽ കിട്ടി, ചാനൽ പ്രോഗ്രാം, മനസ്സിന്റെ സുഖമുണ്ട്, ഒരു സന്തോഷമുണ്ട്. സാധാരണ കിട്ടുന്നതിനേക്കാളും കുറച്ച് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കിട്ടും. കാശും കൃത്യമായിട്ട് വാങ്ങിക്കുമല്ലോ? കാശ് കൃത്യമായിട്ട് മേടിക്കും, കൃത്യമായിട്ട് ചോദിക്കും, പറയും, അതെല്ലാം കൃത്യമായിട്ട് മേടിക്കും. അല്ല, വാങ്ങാതിരുന്ന കേസ് വല്ലതും ഉണ്ടോ? ഇല്ല, വാങ്ങാതിരുന്ന കേസില്ല, തരാതിരുന്ന കേസ് വല്ലതും ഉണ്ടെങ്കിലും ഉള്ളൂ. അത് അല്ല,
അല്ല പൊതുവെ എങ്ങനെയാ നമ്മൾ തന്നില്ലെങ്കിൽ എങ്ങനെയാ നമ്മുടെ റിയാക്ഷൻ എങ്ങനെയാണ് പൊതുവെ? ഇല്ല, ആദ്യം നമ്മൾ ചോദിക്കും, വീണ്ടും ചോദിക്കും, തന്നില്ലെങ്കിൽ മൂന്നാമതും ചോദിക്കും. അപ്പുറത്തേക്ക് നമുക്കൊന്നും പറയാൻ ചോദിച്ചുകൊണ്ടേയിരിക്കും. ശരിയാ, നമ്മളെ മിക്കവാറും നമ്മളെ കാണുന്നത് ഓണക്കാലത്താ അല്ലേ? ഞാനത് പറയാൻ നിൽക്കുക. നമ്മള് കഴിഞ്ഞ കൊല്ലം കണ്ടത്. ഇപ്പൊ ഞാൻ ഫ്ലവേഴ്സ് ഓണം ടോക്ക് ഷോ ആർട്ടിസ്റ്റായി അല്ലേ? അപ്പൊ അതിന് നമുക്കൊരു ഇമ്പ്രൂവ്മെന്റ് വേണം. ഒരു കൊല്ലം നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നതിന്റെ എഫക്റ്റ് ആണ് സാറിന്റെ കൂടെ ഒറ്റ മണിക്കൂർ സൂപ്പർ തള്ള്. ആ തള്ളിനൊരു കൈയടി. തള്ളുന്നെങ്കിൽ സാജ ഇങ്ങനെ തള്ളണം. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഈ ഗായികമാരുടെ ശബ്ദം ആയിക്കോട്ടെ, മിമിക്രി ആയിക്കോട്ടെ, സ്കിറ്റ് ആയിക്കോട്ടെ, ഇതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കലാണല്ലോ. അപ്പൊ ഈ പറഞ്ഞതുപോലെ ഇനിയിപ്പോ നമ്മളെ കയ്യിൽ ഐറ്റംസ് ഒന്നുമില്ല, എല്ലാം തീർന്ന്. അപ്പൊ പക്ഷെ ഒരു ഇല്ല, അത് തബലയും എന്റെ ജാനകിയം ഒക്കെ എല്ലാരും ചീത്ത വിളിയാണ്. എടുത്ത് അടിക്കുന്നു പറഞ്ഞാണ് വീട്ടിൽ വിടുന്നത്. ഇവിടെ ഇരിക്കുന്നവരിൽ സരിയയ്ക്ക് ഏറ്റവും വെല്ലുവിളി ആരാണ്? ഈ ഷൈജു അടിമാലിയാണോ? അല്ല, അത്ര റേഞ്ചിൽ ഞാൻ പാടുന്നില്ല. ഞാൻ എന്റെ കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ള പാട്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി ഇനി അതുകൊണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പം സാറ് കാരണം കഴിഞ്ഞ ഒരു വർഷം ഞാൻ ഗംഭീരമായിട്ട് സാറ് കാരണമാണ് ഒരു വർഷം ജീവിച്ചത്. അതെങ്ങനെ പറ്റി? സാറിന്റെ 24-ൽ ഞാൻ ഒരു വിൽക്കലാമേളനെ പറ്റി സാറാണ് സാറിന്റെ പ്രൊമോ ആണ് ഞങ്ങൾ ഈ ഉത്സവ കമ്മിറ്റിക്കാർക്ക് മൊത്തയച്ചു കൊടുക്കുന്നത്. അപ്പൊ ഒരു ശ്രീകണ്ഠൻ നായരൊക്കെ പറഞ്ഞ പരിപാടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് സാറിന്റെ ബാനറിലാണ് ഇപ്പൊ ഞങ്ങൾ ഒരു വർഷമായി പ്രോഗ്രാം. അപ്പൊ ഞാൻ എല്ലാവരോടുമായിട്ട് പറയാ, അങ്ങനെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് വല്ല ഇൻട്രൊഡക്ഷൻ ആവശ്യം വരുമ്പോൾ 24 കേട്ടോ. ഓക്കെ, ഈ കഴിഞ്ഞ ഒരു വർഷം എടുത്തു കഴിഞ്ഞാൽ എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ച കാര്യം എന്താണെന്ന് അറിയോ? ഫേസ്ബുക്കിൽ ഞാനിങ്ങനെ ഒരു ഇങ്ങനെ വളരെ കുറവാണ് എൻ്റെ സോഷ്യൽ മീഡിയ പ്രസൻസ് എന്ന് പറയുന്നത്. നിങ്ങളൊക്കെ ഇൻസ്റ്റയിലൊന്നും എന്നെ അങ്ങനെ കണ്ടു കാണത്തില്ല. ഫ്ലവേഴ്സ് ഒരു കൂടി ഇങ്ങനെ കാണുന്ന സമയത്ത് ഇതിൻ്റെ മ്യൂസിക്കൊക്കെ വരുന്നു, ഓപ്പണിംഗ് മൊണ്ടാഷിൻ്റെ മ്യൂസിക്കൊക്കെ വരുന്ന സമയത്ത് എൻ്റെ ശബ്ദം വരുമ്പോൾ ഒരു 1.5 വയസ്സുള്ള കുഞ്ഞ് ചിരിക്കുക. ആ കുഞ്ഞിന്റെ അത്രയും ചിരിയുടെ ഐശ്വര്യമുള്ള ഒരു ചിരിയെ ഈ അടുത്ത കാലത്ത് കണ്ടില്ല. എന്റെ ശബ്ദം കേട്ട് ചിരിച്ചോണ്ടല്ല, ആ കുഞ്ഞിന്റെ മനസ്സിൽ എന്താ നമുക്ക് അറിയത്തില്ല. ഞാൻ എന്നിട്ട് അത് ടെലികാസ്റ്റ് ചെയ്യണോ വേണ്ടത്, തള്ളായിട്ടാണല്ലോ എടുക്കുമല്ലോ, അതുകൊണ്ട് ടെലികാസ്റ്റ് ചെയ്യണോ വേണ്ടത് എന്നും ഞാൻ രാത്രി കിടക്കും. ഇനി നാളെ ഇതങ്ങ് കൊടുത്താലോ. പിന്നെ ഞാൻ എനിക്ക് അത് ആൾക്കാർ ചിലപ്പോൾ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യും, ദുർവ്യാഖ്യാനം ചെയ്യും, നമ്മുടെ സാജൻ പള്ളുരുത്തി പോലെ എന്ന് ഞാൻ കരുതി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ രാവിലെ അങ്ങ് തീരുമാനിച്ചു, ടെലികാസ്റ്റ് ചെയ്തു. ലോകത്തിലേക്ക് ഏറ്റവും ഐശ്വര്യമുള്ള ഒരു ചിരിയാണ് ഈ കുഞ്ഞിൻ്റെ എന്ന് പറഞ്ഞിട്ട്. കാരണം അത് എനിക്ക് തോന്നുന്നത് കുഞ്ഞുങ്ങളുടെ ചിരിയാണല്ലോ ഏറ്റവും ഐശ്വര്യമുള്ള സംഭവം എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ സരിക, അപ്പോൾ അതാണ് എന്നെ ഈ വർഷം ഏറ്റവും സന്തോഷിപ്പിക്കുന്ന കാര്യം. ദുഃഖിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഈ ചൂരൽമല, മുണ്ടക്കൈ, വയനാട് ആ ഏരിയയാണ് ദുഃഖിപ്പിക്കുന്നത്. അപ്പോൾ സന്തോഷം നമ്മൾ ഇന്ന് ചോദിക്കുന്നുള്ളൂ. കാര്യം നമുക്ക് ദുഃഖം പങ്കിടാൻ നമുക്കിനി ഔട്ടും ചതയും കുറേ ദിവസങ്ങൾ വരുന്നുണ്ട്. ഞാനിവിടെ വന്നിരുന്നപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞ് ഇനി അഭിമാനിക്കാമല്ലോ എന്ന് എന്നോട് പറഞ്ഞു. എന്താ കാര്യം? സുമേഷേ, ഒരു സിനിമാ നടന്റെ കൂടെ സിനിമ അഭിനയിച്ചല്ലേ ഈ ഇടക്ക്. അപ്പൊ സിനിമാ നടന്റെ കൂടെ ഇരിക്കാൻ കഴിഞ്ഞല്ലോ. ഏത് സിനിമയിലാ സുമേഷ് പറഞ്ഞോ? എന്നോട് പറഞ്ഞാണ്. ഞാൻ അങ്ങനെ സംഭവിച്ചിട്ട് അഭിമാനം തന്നെയാണ്. ഞാൻ പറഞ്ഞു അതിന്റെ പേരിൽ ഇന്നൊരു ഉദ്ഘാടനത്തിനും പോയി. ഡോറിൽ മുട്ടി വേണം കയറാൻ. അപ്പൊ ഡോറിൽ ഇവൻ മുട്ടൂല എന്നും പറഞ്ഞ് ഡോറിൽ ഓണർ മുട്ടിയാൽ മതി. ഡോറിന് ഭയങ്കര മാർക്കറ്റാ. ഇന്നൊരു ഉദ്ഘാടനം കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. ഒരു കാര്യം ചെയ്യും, ഗ്ലാസ് വെച്ചോ, അതാ ഐശ്വര്യം. നമുക്കങ്ങ് തുടങ്ങിയാലോ? ഞാനിപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഈ വിൽക്കലാമേള ചെയ്യുന്നതിന് കുറച്ച് മാസമായിട്ട് എനിക്ക് ശബ്ദം സ്ക്രാച്ച് ആയിട്ട് ഇരിക്കുകയാണ്. ശബ്ദം പോയോ? അതായത് അത് കുഴപ്പമില്ല, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇറങ്ങി എന്ന് പറഞ്ഞാലോ? മാർഗഴിയിൽ പൂത്തുലഞ്ഞ മല്ലിക ഞാൻ മാധവി, മലരമൻ ചന്തമാർന്ന മാതക മോഹിനി. മാർഗഴിയിൽ പൂത്തുലഞ്ഞ മല്ലിക ഞാൻ മാധവി, മലരമൻ ചന്തമാർന്ന മാതക മോഹിനി. വള്ളിത്തിരുമണ കഥയാടും വൈകാശി പനിമഴയിൽ, വള്ളിത്തിരുമണ കഥയാടും വൈകാശി പനിമഴയിൽ. അലോലമാടുകയായി തകജന് തകതാളം, അലോലമാടുകയായി മൃദുപദജതി മേളം. അലോലമാടുകയായി തകജനു തകതാളം, അലോലമാടുകയായി മൃദുപദജതി മേളം. മാർഗഴിയിൽ പൂത്തുലഞ്ഞ മല്ലിക ഞാൻ മാധവി, മലരമൻ ചന്തമാർന്ന മാതക മോഹിനി. അടിപൊളി അടിപൊളി അടിപൊളി. ഇതാണ് പുതിയ പരിപാടി. അല്ല, ഇത് കഴിഞ്ഞിട്ട് കോവലൻ മരിച്ചു കിടക്കുന്നിടത്തേക്ക് കണ്ണകി പോകുന്നൊരു സീനുണ്ട്. കോവലനായിട്ട് ഷൈജു അടിമലി. അല്ല, ഒരു ഡയലോഗ് പറഞ്ഞാൽ കൊള്ളു. അപ്പൊ ഞാൻ നീ എന്തിനാ ഇവിടേക്ക് വന്നേന്ന് ചോദിക്കണം. അത് ബിനു അടിമലി അത് ചോദിക്കാം. അങ്ങനെയൊക്കെ എപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാൻ പറ്റിയാൽ ബിനു. അല്ല, സാറ് തന്നെ ചോദിക്കുന്നതാണ് നല്ലത്. സാറ് തന്നെ ഞാൻ തന്നെ ചോദിക്കാം. അപ്പൊ ആരാന്ന് ചോദിക്കും, ഞാൻ കണ്ണകിയാന്ന് പറയും. ഞാൻ പറയും.
അപ്പൊ സാർ എന്റെ അടുത്ത് പറയണം കൊല ചെയ്യാന്നുള്ളത് രാജനീതിയാന്ന് പറയും. അത്രയും മതി. കൊല ചെയ്യാമെന്നുള്ളത് രാജനീതിയാണ്. അവിടെ സിമ്പിൾ വേണം, അവിടെ സിമ്പിൾ. അപ്പൊ സാറ് എനിക്കൊരു പരിപാടിക്ക് വിളിക്കുക. അല്ല, എന്നെ കൂടെ വിളിക്കും. അപ്പൊ ഞാൻ ക്ഷണിക്കപ്പെടുന്ന വേദികളിൽ സാറും വരും. ഫോട്ടോ ഞാൻ വെക്കും. തീർച്ചയായിട്ടും. മ്യൂസിക്. ആരാണ് നീ? നീതിന്യായ ബോധം തൊട്ടു തീണ്ടാത്ത മഹാരാജാവേ, എന്തിന് നീ ഇവിടെ വന്നു? മധുരാപുരിയിൽ എന്റെ ചിലമ്പുകളിൽ ഒന്ന് വിൽക്കാൻ കൊണ്ടുവന്ന കോവലനെ തല കൊയ്തെറിഞ്ഞില്ലേ? ആ കോവലന്റെ ധർമ്മപത്നിയായ കണ്ണകിയാണ് ഞാൻ. മറ്റേ ഡയലോഗ് പറഞ്ഞില്ലല്ലോ. കള്ളനെ കൊല ചെയ്യാന്നുള്ളത് രാജനീതിയാണ്. സാറ് പേടിച്ച് ഡയലോഗ് മറന്നുപോയി. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. സാറെന്നെ പറഞ്ഞ കള്ളനെ കൊല ചെയ്യുക എന്നത് രാജനീതിയാണ്. റെഡി. സാറെന്നെ പറഞ്ഞു വിട്ടത് നന്നായി, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ? കണ്ണകിയാണ് ഞാൻ. കള്ളനെ കൊല ചെയ്യുക എന്നത് രാജനീതിയാണ് കണ്ണകി. ചിലമ്പ് കട്ടെന്ന കുറ്റം ചുമത്തി മഹാരാജാവ് തല കൊയ്തെറിഞ്ഞ എന്റെ കോവലൻ കള്ളനല്ല. എന്റെ കോവലൻ കള്ളനല്ല. എന്റെ കോവലൻ കള്ളനല്ല. ഭൂമി ദേവിയെ സാക്ഷി നിർത്തി, ഈ കൂടി നിൽക്കുന്ന ജനസാഗരത്തെ സാക്ഷി നിർത്തി ഈ കണ്ണകി പറയുന്നു, കോവലനില്ലെങ്കിൽ കണ്ണകിയില്ല. കോവലനില്ലെങ്കിൽ കണ്ണകിയില്ല. കോവലനില്ലെങ്കിൽ കണ്ണകിയില്ല. ഞാനിതാ എന്റെ ജീവിതം ഇവിടുത്തെ അവസാനിപ്പിക്കുകയാണ്. സൂപ്പർ. റിലാക്സ്. എനിക്ക് കാറ്റ് മാത്രമേ ഉണ്ടാവൂ. സൂപ്പറായി കേട്ടോ. ഇതുപോലത്തെ പരിപാടിയുമായിട്ട് വേണം നമ്മൾ ഇനി പോകാൻ. 10 പൈസ സംഘാടന കുറക്കത്തുമില്ല, ഇരുട്ടി തരികയും ചെയ്യും പേടിച്ചു. സൂപ്പറായി. പക്ഷേ ഇവരൊക്കെ പോയി ഇത് വില്ലടിച്ചാൻ പാട്ട്, പക്ഷേ ഞങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഫുൾ അടിച്ചാൻ പാട്ടായി പോകും. അതിന്റെ ഒരു കുഴപ്പമുണ്ട്. അല്ല, എന്തായാലും ഇനി കുറച്ചു നേരത്തേക്ക് ശബ്ദം ദുരുപയോഗപ്പെടുത്തണ്ട. ഇത് മെനക്കേടാവും സാർ. എല്ലാ സ്റ്റേജിലും പോകേണ്ടി വരും കേട്ടോ സാറേ. അല്ല, ഇത് ഞാൻ ഈ ജോഡി ഇഷ്ടപ്പെട്ടു. സാറ് മാത്രല്ല, ഞാനത് റെക്കോർഡ് ചെയ്ത് കൊടുക്കാം. യൂസഫേ, കറക്റ്റ് ഡയലോഗാണ്. കള്ളനെ കൊല ചെയ്യുക എന്നത് രാജനീതിയാണ്. കള്ളനെ കള്ളനെ കൊല ചെയ്യുക എന്നത് രാജനീതിയാണ്. കള്ളനെ കൊല ചെയ്യുന്നത് രാജനീതിയാണ്. റിലാക്സ്. റെഡി. ഇത് കണ്ടല്ലോ സാർ ഗംഭീരമായിട്ട് ചെയ്തു. ഇവൻ ചെയ്തത് കണ്ടല്ലോ, ഇതുകൊണ്ടാണ് ഇവന് സിനിമ കുറഞ്ഞു പോകുന്നത്. ഈ പറഞ്ഞ ആൾക്കാർക്ക് സിനിമ കൊണ്ട് നിൽക്കാൻ പറ്റണില്ല. വേണ്ട, എനിക്ക് വേണ്ട. അതിന്റെ വ്യത്യാസം ഇൻസൾട്ടിക്ക് പറ്റത്തില്ല. ഈ കഴിഞ്ഞ ആഴ്ച റിലീസ് ആയ നുണക്കുഴിയിൽ ഞാനൊരു നല്ലൊരു വേഷം ചെയ്താണ്. നുണക്കുഴിയായിട്ടാണോ വേഷം? അല്ല, കുഴിയായിട്ടല്ല, ഒരു കഥാപാത്രം. നന്നായി. പക്ഷേ പലരും ആ സിനിമ കണ്ടിട്ട് തുടങ്ങി 5 മിനിറ്റിന് ശേഷമാണ് കണ്ടത്. ആദ്യത്തെ 5 മിനിറ്റ് ആയിരുന്നു. അതിനൊരു വിഷമമുണ്ട്. യൂസഫിന്റെ സെയിം അനുഭവം ഉണ്ടായിരുന്നു. കുടുംബശ്രീയും കുഞ്ഞാടും. അല്ല രാജ, താങ്കൾ പറഞ്ഞതിന് തിരുത്ത്. ഞാൻ അവതരിപ്പിച്ചപ്പോ പ്രസന്ററായി, അദ്ദേഹം അഭിനയിച്ചപ്പോ അഭിനേതാവായി. കൈയടിച്ചു കൊടുക്കുക യൂസഫിന്. അപ്പൊ നമ്മുടെ പയ്യോളി ഈ ഇടയ്ക്ക് ഫ്ലവേഴ്സ് 1 കോടിയിൽ 2 കക്ഷികൾ വന്നു. നിർമ്മലും പിന്നാരായിരുന്നു നിർമ്മലും ഹരീഷൂടെ വന്ന് അവർ രണ്ടുപേരുടെ നമ്മുടെ പയ്യോളിയെ ഒരു പരിവാക്കിച്ചു പോയി അല്ലേ? മാത്രമല്ല, എനിക്ക് അന്ന് മുതൽ ഇവർ പറഞ്ഞു പോയതിനു ശേഷം താങ്കളെ നേരിട്ട് കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. അത്ര നല്ല അവതരണമായിരുന്നു. അത് താങ്കളും ആഗ്രഹിച്ചു. രണ്ടുപേരുടെ മനസ്സ് ഒരുപോലെ. ബഹ്റൈനായിരുന്നു സാറേ, ബഹ്റൈനാണുള്ളത്. ആണോ? അപ്പൊ അവിടുന്ന് സാർ അതിലൊരു ഡയലോഗ് അടിച്ചില്ലേ, സിറാജ് പയ്യോളി ഇപ്പൊ എവിടെയാണെന്ന്. അപ്പൊ അവന്മാരെന്ത് ചെയ്ത്, ഇതാ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അടിച്ചിട്ടു. ഞാൻ സത്യത്തില് തുറയൂര് പയ്യോളി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പക്ഷെ ഞാൻ നമ്മുടെ PT ഉഷ ഓടിയത്. അതെ 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 അതെ. ഞാൻ പല രാജ്യത്ത് പോയാലും ഞാൻ ഉഷ ചേച്ചിന്റെ നാട്ടിലാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഞാൻ ഉഷ ചേച്ചിയുടെ അങ്ങനെ പറയാറുണ്ട്. ഓട്ടം എങ്ങനെയാ? ഓട്ടം പരിപാടി കഴിയുമ്പോഴാണ് നമ്മുടെ ഓട്ടം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഞാനിങ്ങനെ പ്രോഗ്രാം ചെയ്യുന്ന ഒരു സാധാരണ ഒരു പ്രോഗ്രാമായിട്ട് പോക്കാണ്. പിന്നെയാണ് ഈ നിർമ്മൽ, ഹരീഷ് കണാരൻ, നമ്മള് വിനോദ് കോവൂര്, ഇവരൊക്കെ ചേർന്നിട്ടാണ് എന്നെ കൊണ്ടുവന്നത്. ഞാൻ വലിയ കഴിവൊന്നും കാര്യം പറയാൻ വരുമ്പോ ആവേശമായിരുന്നറിയോ, അതുവരെ ഇല്ലാത്തൊരു ഊർജ്ജം അങ്ങ് കയറി.
അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്ത് മനുഷ്യൻ. സിറായിക്ക് ഒരിക്കല് കുട്ടി കാണാൻ പോയ ആ കഥയൊക്കെ പറഞ്ഞു. അല്ല അത് സിറായിക്ക് പിന്നെ അത് എനിക്കും മമ്മൂക്കൊക്കെ അറിയുന്ന സത്യമാണ്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ മമ്മൂക്കാനെ ഞാൻ ചെറുപ്പത്തിലേ കാണുന്നല്ലേ, അടിയൊഴുക്കുകളിലെ കരുടം തൊട്ട് കാണുന്ന. പിന്നെ മമ്മൂക്കാനെ ഞാൻ കാണിക്കാറുണ്ട് പലയിടത്തും. കാണിക്കുവോ? ആ മമ്മൂക്കാന്റെ ഫിഗറൊക്കെ കാണും. ഒന്ന് കാണിച്ചേ. മേഴ്സിയെ ഞാനല്ല കൊന്ന്. അവളെന്ത് തെറ്റിനാലും എനിക്ക് അവളെ കൊല്ലാൻ കഴിയുമായിരുന്നില്ല. ഈ ലോകത്ത് ഞാൻ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അതെൻ്റെ മേഴ്സി മാത്രമായിരുന്നു. എനിക്കവൾ ജീവനായിരുന്നു. എൻ്റെ മോളായിരുന്നു മേഴ്സി, എൻ്റെ ഭാര്യയായിരുന്നു മേഴ്സി, എൻ്റെ അമ്മയായിരുന്നു മേഴ്സി. പേഴ്സണെല്ലാമായിരുന്നു. സൂപ്പർ 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 സൂപ്പർ. സാറേ മലയാള സിനിമയിൽ ഇത്രയും ശബ്ദ നിയന്ത്രണമുള്ള വേറെ നടനില്ല മമ്മൂക്കെ പോലെ. അത് കാരണം അദ്ദേഹത്തിന് പകരം വയ്ക്കാൻ ഒരു നടനും മലയാളത്തിൽ ഇപ്പോൾ ഇല്ല. ആ നടന്റെ ശബ്ദജാലം അതേ ശക്തിയിൽ താങ്കൾ കാണിച്ചു എന്നുള്ളത് ചെറിയ കാര്യമല്ല. താങ്കളെ ഇതുകൊണ്ടാണ് ഞാൻ താങ്കളെ കാണാൻ കാത്തിരുന്നത്. മുന്നിൽ വരാൻ പറ്റില്ല. ഓഡിയൻസ് ഇത്തിരി അടുത്ത് വന്നാലും താങ്കൾക്ക് ടെൻഷനില്ല. ഞാൻ വിചാരിച്ചെന്നറിയോ സേഫ് സൈഡിൽ എപ്പോഴും ഓഡിയൻസിനെ ദൂരെയാക്കുന്നു. ഇനി ദൂരെ ചെയ്യുമ്പോൾ എങ്ങനെയാ മോഡുലേഷൻ? ദൂരെ ചെയ്യുമ്പോൾ കുറേ ദൂരത്തുണ്ട്. ആദ്യം ഞാൻ ഇട്ടു വെക്കും. ആദ്യം ഞാൻ ആദ്യം പോലെ പറയും, എൻ്റെ മേഴ്സിയെ. അപ്പോഴും പ്രോഗ്രാം ഒരു ലേഡിയാ വിളിക്കുന്നത്, എടുക്കണം. ഒരു ലേഡി എടുക്കണ്ടല്ലോ. ലേഡി പിന്നെ വിളിക്കൂ. ഇപ്പൊ അക്ബർ ഗാർഡൻ ആണ്. കറക്റ്റ് സമയത്ത് വിളിക്കുകയും ചെയ്തു. ശരി. മനുഷ്യൻ വിളിക്കാൻ കണ്ടു നേരം. അക്ബർ സാറേ പിന്നെ വിളിക്കേ. എൻ്റെ മേഴ്സിയെ ഞാനല്ല കൊന്ന് എന്ന് പറയുമ്പോൾ കൈയടിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഡയലോഗ് മാറ്റും. ഈ ലോകത്ത് ഞാൻ ആരെയെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അതെൻ്റെ മേഴ്സി മാത്രമായിരുന്നു. എനിക്കവൾ ജീവനായിരുന്നു. എൻ്റെ മോളായിരുന്നു മേഴ്സി, എൻ്റെ ഭാര്യയായിരുന്നു മേഴ്സി, എൻ്റെ അമ്മയായിരുന്നു മേഴ്സി. കൈയടിച്ചു അപ്പോഴോ? എൻ്റെ അമ്മയായിരുന്നു. അവിടെ കൈയ്യടി വരും. കൈയടിച്ചിട്ടില്ല ഞാൻ പറയൂ, ഒന്ന് കൈയടിക്കൂ. അത് സൂപ്പർ. പക്ഷെ ഇത് ഹൈപ്പിച്ച് പറയുമ്പോണ്ടല്ലോ അറിയാതെ എഴുന്നേറ്റ് കൈയടിക്കും. ശരിക്കും സിനിമയിൽ ഹൈപ്പിച്ചതല്ല പറഞ്ഞിരിക്കും. അല്ലല്ലേ? സിനിമയിൽ ഹൈപ്പിച്ചല്ല. അല്ല, സിനിമയിൽ സങ്കടമാണ് പറയുന്നത്. സിനിമ കണ്ടിരുന്നു സാറേ? ഒരു ദിവസം സിറാജിക്ക ഇത് നമ്മളെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പോയിട്ട് പ്രോഗ്രാം രാത്രിയാണ്. അപ്പോൾ വീട്ടിൽ പോയ സമയത്ത് അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവിടെ പോയി. അങ്ങനെ ഇല്യാസ്ക എന്ന് പറയുന്നത് നമ്മളൊരു സുഹൃത്താണ്. അപ്പോൾ മൂപ്പര വീട്ടിൽ പോയിട്ട് ഇല്യാസ്കയ്ക്ക് ഈ സൗണ്ട് അനുകരിച്ചു കൊടുത്തു. എന്നിട്ട് ആ ഹൈ പിച്ച് സാധനം അവസാനം എടുത്തു. അപ്പോൾ ഇല്യാസ്ഖാൻ്റെ വാപ്പ കൊലയിലിരിക്കുന്നുണ്ട്. മൂപ്പർക്ക് ഇത് എന്താ സംഭവം എന്നൊന്നും അറിയില്ല. മൂപ്പർ ഇങ്ങനെ കൊലയിൽ ചാരി ഇങ്ങനെ ഒത്തിരിക്കുക. അപ്പോഴാണ് സിറായിക്ക എന്റെ മോളായിരുന്നു മേഴ്സി നമുക്കറിയണം. നമുക്ക് ഈ ഓണമായിട്ട് അതൊക്കെ അറിയണം. പ്രദീപ് പറഞ്ഞ സത്യമാണ്, മാറിപ്പോയി. അത് ആവനാഴിയിലൊരു സാധനമുണ്ട്. തിക്കൃഷി ചേട്ടൻ പറയുന്ന ഡയലോഗാ മൂപ്പരോട് മമ്മൂക്ക പറയുന്നത്. അത് വളരെ കേട്ടിട്ടാണ് മമ്മൂക്ക പറഞ്ഞത്. തിക്കൃഷി ചേട്ടൻ പറയും, എന്റെ മകനെ നിങ്ങൾ ലോക്കപ്പിലിട്ട് ചവിട്ടിക്കൊന്നറിയാം. എന്റെ മകന്റെ ചിതാഭസ്മെങ്കിലും എനിക്ക് താ. അവന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ ഈ വയസ്സിനെ അനുവദിക്കണം. അന്നേരം മമ്മൂക്ക മീശൊക്കെ എടുത്തിട്ട്, നിങ്ങളുടെ മകനെ കഴുത്ത് കരിച്ചു കൊന്നതും ലോക്കപ്പിലിട്ട് ചവിട്ടിക്കൊന്നതും ഞാനല്ല 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 ഞാനല്ല. ഇത് പറഞ്ഞേരോ ഇല്യാസിന്റെ വാപ്പ പറയാ, ഇല്ലാസേ എൻ്റെ കമ്പനിക്കാരൻ പ്രാന്തുണ്ടോന്ന് അവിടെ കാണിച്ചപ്പോ. പ്രദീപ് ശബ്ദം അനുകരിക്കുന്ന ആരുടെയാ? ജോയ് മാത്യുവിന്റെ വോയിസ് ഒന്ന് അനുകരിക്കാം. പ്രദീപ് കല്യാണം കഴിച്ചോ? കല്യാണം കഴിച്ചു സാർ. 2 കുട്ടികളുണ്ട്. ഒരു ചെറിയ പയ്യന്റെ ലുക്ക് അല്ലേ വിനു? താങ്ക് യു സാർ. മാത്രമല്ല കല്യാണം കഴിച്ചിട്ട് ഒരു ക്ഷീണവും കാണുന്നില്ല. എന്താ പ്രദീപ്? എപ്പോഴും സന്തോഷമായിരിക്കുന്നു സാർ ഫാമിലി. ഭാര്യക്കോ താങ്കൾക്കോ? എല്ലാവർക്കും. സിനിമയിൽ അഭിനയിച്ചോ? സിനിമ ഇപ്പോൾ ഒരു 10-20 പടം ചെയ്തു സാർ. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് സ്ഥലത്ത് പ്രോഗ്രാമായിട്ട് ഞങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ ഈ അടുത്ത് സിറായിക
കാഞ്ഞങ്ങാട് രാമേന്ദ്രൻ എന്ന് പറയുന്ന പാട്ടുകാരൻ, അതുപോലെ എരഞ്ഞോളി മൂസക്ക, രണ്ടുപേരും വളരെ ഫേമസ് ആയിട്ടുള്ള. അപ്പോൾ സിറാജിക്ക ഒരു സ്ഥലത്ത് പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കമ്മിറ്റിക്കാർ വന്നിട്ട് പറഞ്ഞു, സിറാജ് ചെറിയൊരു ഗ്യാപ്പ് ഇടണം, നമ്മളെ കാഞ്ഞങ്ങാട് അല്ല ഒരു മെയിൻ പരിപാടിയാണ്, അതിന്റെ ഇടയിൽ അവർ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ കാഞ്ഞങ്ങാട് രാമേന്ദ്രനും എരഞ്ഞോളി മൂസക്കയും വന്നിട്ടുണ്ട്, അപ്പോൾ ജസ്റ്റ് ഒന്നൊരു സ്റ്റേജിൽ കയറിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്ത് പോയിക്കോട്ടെ, അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അനൗൺസ് ചെയ്യണമെന്ന് പറഞ്ഞു സിറായിക്കാനോട്. അപ്പോൾ സിറായിക്ക നേരെ നമ്മളെ പരിപാടി ചെറുതായിട്ടൊന്ന് നിർത്തി വെക്കുകയാണ്. നമ്മളെ പ്രശസ്തരായിട്ടുള്ള രണ്ടാൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. കാഞ്ഞങ്ങാട് മൂസയും അതുപോലെ തന്നെ എരഞ്ഞോളി രാമേന്ദ്രനും ഓരോ നല്ലൊരു മാപ്പിളപ്പാട്ട് നമുക്കിവിടെ ആസ്വദിക്കാം. ഞാനെല്ലാം കൂടി ഇങ്ങനെയാ. ഇപ്പൊ ആൾക്കാരൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെ ചോദിക്കും പറയും, പക്ഷെ നമുക്കൊരു സന്തോഷമുണ്ട്. നമ്മളെ പേര് പറയുന്നില്ല സാറേ, അത് വലിയ കാര്യമാണ്, ചെറിയ കാര്യമല്ല. അല്ല സിറായിക്ക് അത് എൻജോയ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇതൊക്കെ എല്ലാ സ്റ്റേജിലും പറയാൻ പറ്റുന്നത്. വേറെ എനിക്ക് വിദ്യാഭ്യാസമൊക്കെ കുറവാ സാറേ, സത്യം പറഞ്ഞു. അതല്ല അതിനെ പറ്റില്ല, പക്ഷെ എന്റെ ജോലി ബോർഡ് ചെയ്തലും വരയ്ക്കായിരുന്നു. എല്ലാ സ്റ്റൈലും വരയ്ക്കും, എല്ലാ സ്റ്റൈലും പഠിച്ചു. പറയണ്ട, തീരെ കുറവാ. ഒന്നാം ക്ലാസ്സിൽ പോയോ? ഒന്നാം ക്ലാസ്സിൽ പോയി. 10ാം ക്ലാസ്സിൽ പോയോ? 10 എത്തിക്കില്ല, അതിന്റെ പകുതി. 5 പോയി. 4ാം ക്ലാസ്സിൽ മാത്രം പോയി എത്ര ആൾക്കാർ ഈ നാട്ടിൽ? നിങ്ങൾ എന്നെ വില അല്ലേ? എവിടെ ഒന്നും ഉറപ്പിക്കില്ലേ? അച്ചോടങ്ങ് ഉറപ്പിക്കേ, അതിന്റെ പകുതി. പക്ഷെ ഞാൻ സിനിമ ഡയലോഗ് എല്ലാ ഡയലോഗും പൈകാട്ട. പ്രതാപ് ചന്ദ്രേട്ടൻ എന്റെ സൂര്യപുത്രി ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്. പ്രതാപേന്ദ്രൻ, നീ ഇതുവരെക്കും കേൾക്കാത്ത എന്നാൽ കേൾക്കേണ്ടതുമായൊരു കാര്യം ഞാൻ പറയാൻ പോയാണ്. മിസ് വസുന്ധരാ ദേവിയാണ് നിന്റെ അമ്മ. താരങ്ങളുടെ പലചരക്ക് കടേന്റെ ഒരു ഐറ്റം ഉണ്ടാകുന്നു പറഞ്ഞു. അതെ, നമ്മളെ നമ്മുടെ നാട്ടിൻ പ്രദേശത്തൊക്കെ ഈ പലചരക്ക് കടയിൽ ഇപ്പൊ പയറൊക്കെ കെട്ടുമല്ലോ, കെട്ടിയിട്ട് കണക്ക് കൂട്ടാൻ വേണ്ടി കേസിലൊരാളിരിക്കും. കേസിലൊരാളുണ്ടാവും. അപ്പോൾ കേസിലിരിക്കുന്നത് ഇപ്പൊ പ്രതാപചന്ദ്രനാണെങ്കിൽ കണക്ക് കൂട്ടാനിരിക്കുന്നിടത്ത്, അതെ, പ്രതാപചന്ദ്രനാണെങ്കിൽ ഇരിക്കുന്നതെങ്കിൽ, ചന്ദ്രൻ സാറാണ് ഇരിക്കുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാവും നോക്കാം, ഒന്ന് പറഞ്ഞേ. 1 കിലോ മൈദ, 1 കിലോ മൈദ, 1 കിലോ തക്കാളി, 1 കിലോ തക്കാളി, 1 ലിറ്റർ വെളിച്ചെണ്ണ, 1 കിലോ വെളിച്ചെണ്ണ, 1 കിലോ പഴം. അതല്ല ചോദിക്കട്ടെ, കിസ്മിസ് ചോദിക്കും. കിസ്മിസ് ചോദിക്കാം. കിസ്മിസ് ഉണ്ടോ? എന്തോന്നാ കിസ്മിസ്? എടാ വായിക്കുന്ന വല്ലതും പറടാ, അവൻ്റെ അമ്മയുടെ നായര്. താങ്ക് യു. ഒരു കാര്യം ചെയ്യും, ആ ചേട്ടൻ വിളിച്ചിട്ടുണ്ട്, ഇനി ജീവിതത്തിൽ ആ ചേട്ടൻ വിളിക്കില്ല. ആ രീതി ഞാൻ ഡീൽ ചെയ്തിട്ടുണ്ട്. പോയിരുന്നു വിളിച്ചൊരു പെൺകുട്ടിയൊന്നും അല്ല കേട്ടോ, സറാജ് ഉണ്ടോന്ന് ചോദിച്ചോ? സറാജ് പോയിരിക്കും. റെഡി. ജോയ് മാത്യു. ഓക്കെ സാർ. ജോയ് മാത്യുവിനെ നേരിട്ട് പരിചയമുണ്ടോ? അറിയാം, ഞാൻ ഒരേ നാട്ടുകാരാണല്ലോ, കോഴിക്കോട്. കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഉള്ളത് തുറന്നു പറയുന്ന ആളാ അദ്ദേഹം. അതെ അതെ. ഇത് പരിപാടി വേണ്ടെന്ന് പറഞ്ഞു? അത് ഇതുവരെ പറഞ്ഞിട്ടില്ല. മനസ്സിലുണ്ടോന്ന് അറിയില്ല. ഒരു വൈദികൻ യേശുവിൻ്റെ പ്രതിപുരുഷനാണെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഈ യേശുവിൻ്റെ പ്രതിപുരുഷൻ പാൻറ് ഷർട്ടും ധരിക്കുന്നത്, ഒരൽപ്പം കടന്ന കയ്യില്ലേ വട്ടോളി, ഇവനൊന്ന് ഉറച്ചു വായിക്കുന്നത് നിങ്ങളാരെങ്കിലും കേട്ടിട്ടുണ്ടോ? നീ ഒന്ന് വായിച്ചേ, ഞാനൊന്ന് കേൾക്കട്ടെ. ഇഷ്ടമുള്ളൊരു നടനാണ് നമ്മളെ KTS പടന്നയിൽ. ഇപ്പോൾ അന്തരിച്ചു പോയി. ഈ കൊറോണ സമയത്ത് ഒരുപാട് ആളുകൾ പോയപ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് കൂടെ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ശബ്ദം. അവന്റെ മകനാണ് ഇവൻ, ഇവന്റെ മകനാണ് അവൻ, അവന്റെ മകനാണ് എന്റെ മകൻ ഗോപാലകൃഷ്ണൻ. ഹായ് ഹായ് ഹായ്, വരട്ടേടാ പുള്ളേരെ, അടിപൊളി. ആ ഗന്ധർവന്മാരെക്കാൾ താലം മാറുന്ന സമയത്ത് നിന്നെ കണ്ടിരുന്നെങ്കിൽ നീ ചോര തുപ്പി ചത്തേനെ. സൂപ്പർ, ഇരിക്കാം. ഓക്കെ, അജീഷിനെ കാണാൻ വേണ്ടി പോലില്ല. ഈ ഓണക്കാലത്ത് എന്താ പറയാനുള്ളത്? നമ്മുടെ കുടിയമ്പുഴ പരിപാടിയൊക്കെ നിർത്തിയോ? ഉണ്ട്. അത് ഇപ്പോഴും അത് കൊണ്ട് നടക്കുന്നുണ്ട്. ഇപ്പൊ എത്ര കൊല്ലമായി? ഇത് ഐറ്റം വേറെ ഉണ്ട്, അത് ഞാൻ കാണാറുണ്ട്. അല്ലാതെ കുടിയനുണ്ട്. കുടിയുണ്ടോ? സത്യം മാത്രം. അതെ. സത്യം മാത്രമേ ബോധിപ്പിക്കൂ. അജീഷ് വേണം ഇങ്ങോട്ട് വന്നു. അജീഷേ, ആ പാട്ട്, അജീഷിന്റെ പാട്ടുണ്ടല്ലോ ഇന്നിവിടെ അല്ലേ? ഓക്കെ. വാപൂവേ വാപൂവേ വാ തുമ്പപ്പൂവേ, വന്നേ പോയി ഓണം പൊന്നോണം. വാപൂവേ വാപൂവേ വാ തുമ്പപ്പൂവേ, വന്നേ പോയി ഓണം പൊന്നോണം. പൂവിളി പൊൻവിളി നീ അത് കേട്ടോ, പൂത്തു നിൽക്കുന്നൊരു പുന്നാരപ്പൂവേ. വാപൂവേ വാ
തുമ്പപ്പൂവേ വന്നേ പോയി ഓണം പൊന്നോണം. അത്തം പിറന്ന് 10-ാം ദിനമോണം അന്നല്ലോ നമ്മുടെ നെഞ്ചിൽ പൊന്നോണം. വാപ്പൂവേ വാ തുമ്പപ്പൂവേ വന്നേ പോയി ഓണം പൊന്നോണം. വാപ്പൂവേ ഊഞ്ഞാലിലാടാൻ വന്നിരുന്നാടടി പൊന്നോണപ്പൂവേ. വാപ്പൂവേ വാ തുമ്പപ്പൂവേ വന്നേ പോയി ഓണം പൊന്നോണം. വാവുവേ തുമ്പി തുള്ളി കളിച്ചാടാൻ വന്നെങ്കിൽ നിന്നൊപ്പം ഞാനൊന്നു മാടാ. വാപ്പൂവേ വാ തുമ്പപ്പൂവേ വന്നേ പോയി ഓണം പൊന്നോണം. വാപ്പൂവേ പിന്നാരപ്പൂവേ വായ്ത്താരി ചേർത്തൊരു പാട്ടൊന്നു പാടാ. വാപ്പൂവേ വാ തുമ്പപ്പൂവേ വന്നേ പോയി ഓണം പൊന്നോണം. ഓല കുട ചൂടി മാവേലി വന്ന് ഓണപ്പൂവേ തുമ്പപ്പൂവേ നീ വാവാ. വാപ്പൂവേ പൂവേ വന്നേ പോയി ഓണം പൊന്നോണം. വാപ്പൂവേ ഓടി വാപ്പൂവേ പാടരുതേ തിരുവോണമായില്ലേ. വാപ്പൂവേ വാ തുമ്പപ്പൂവേ വന്നേ പോയി ഓണം പൊന്നോണം. പൂവേ പൊലീക പൊലീക. വാപ്പൂവേ വാ തുമ്പപ്പൂവേ വന്നേ പോയി ഓണം പൊന്നോണം. 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 ഓക്കെ സൂപ്പർ പാട്ട്. ഓക്കെ നന്നായി. എന്തൊക്കെയാ ഉണ്ണി വിശേഷങ്ങൾ? ഓണമായിട്ട് എങ്ങനെയാ ഉണ്ണി? ഓണം കുഴപ്പമില്ല സാറേ. ഓണം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാരും കൂടി ഒരുമിച്ച് കാണുമല്ലോ സാറേ. വലിയ സന്തോഷമുള്ള അത് തന്നെയല്ലേ സാറേ ഏറ്റവും വലിയ ഓണം. എനിക്ക് തന്നെ എന്റെ ടെമ്പറേച്ചർ എല്ലാം പോയല്ലോ. നിങ്ങൾ എല്ലാവരും ഒന്നിച്ച് കണ്ടപ്പോൾ. അതെ സാറേ, നമുക്ക് ഈ അവസരത്തിൽ നമുക്ക് രണ്ടുപേരും നമ്മൾ മിസ് ചെയ്യുന്നുണ്ട് സാർ. നമ്മൾ കോട്ടയം സോമരാജും ഹനീഫക്കയും കഴിഞ്ഞ ഷോയ്ക്ക് നമ്മൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നാണ് കഴിഞ്ഞ ഷോയിൽ. അതെ. അപ്പൊ ഉണ്ണി കാര്യങ്ങൾ പറയും. കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങനെ പോകുന്നു. ഓക്കെ, കുഴപ്പമില്ല. നിങ്ങൾ ഏത് ടീമിലായി? ഇപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് എല്ലാവർക്കും ടീമുകളൊന്നുമില്ല. അവൻ ഫ്രീ ആണെങ്കിൽ സുമേഷിനെ വിളിച്ചോണ്ട് പോകും, ബിന്നുണ്ട്, അങ്ങനെയാണ് ഇപ്പൊ എല്ലാവരും. സുമേഷും ഞങ്ങളൊക്കെ ആയിട്ടാണല്ലോ ആദ്യമേ തുടങ്ങിയത്. അപ്പൊ എല്ലാവരും ഉണ്ട്, എല്ലാവരും സുമേഷ് പഴത്തോട്ടം ഞങ്ങൾ അയൽക്കാരാണ്, അയൽവാസികൾ. പിന്നെ തൊട്ടടുത്ത് തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല, ഉണ്ണിച്ചേട്ടൻ്റെ ഒക്കെ സ്കിറ്റുകളും പരിപാടികളൊക്കെ ആദ്യമായിട്ട് ഞാൻ ഒരു പ്രൊഫഷണൽ ഇതിനകത്ത് ചെയ്യുന്നത്. ഉണ്ണീസ് നായരും മനോജ് ഗിന്നസ് ഒക്കെ ഇറങ്ങുന്ന ഒരു ടീമിലാണ്. സിനിമകളുണ്ടെന്നൊക്കെ പറയുന്നു. ആൾക്കാർ തള്ളുകയാണോ? പിന്നെ വേണ്ടേ, സിനിമ വരുന്നുണ്ട് അത്യാവശ്യം. ഈ പറയുന്ന പോലെ നമ്മളെ വലിയ സിനിമകളിലേക്ക് ഒരു നോട്ടമുണ്ട്. കുറേ സിനിമകൾ വിളിക്കുന്നുണ്ട് സാറേ. അപ്പം ചെറിയ സിനിമ പറ്റുന്നില്ല. പരിപാടി കാര്യങ്ങളൊക്കെ ഡേറ്റ് കൊടുക്കും. 35 രൂപ. അതാണോ കൂട്ടി പറയുന്നത്? എന്റെ സാജാ അല്ല കിട്ടിയാലാട്ടെ അല്ലേ? പിന്നെ അല്ല, 10 പടത്തിൽ പോയി അഭിനയിക്കുന്നത്. ഈ ഓണത്തിന് എനിക്ക് ഏറ്റവും പുതിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ സ്വന്തമായിട്ട് ഞാൻ കഴിച്ചോ, വീടും സ്ഥലവും മേടിച്ചു. ഓ സുമേഷ് നന്നായിരിക്കട്ടെ. അവിടെയുള്ള എല്ലാ പറമ്പും
സുമേഷ് വാങ്ങിക്കട്ടെ. പിന്നെ ഒരു കാര്യം കൂടി സാർ പഴത്തോട്ടം വാങ്ങിച്ചു. അല്ല, അതിന്റെ ലോൺ അടച്ചു തീർക്കാനുള്ള പെട്ടെന്ന് തീർച്ചയായും കൂടി പറയണം. ലോൺ ഇവിടെ സ്റ്റാർ മാജിക്കിലുണ്ടല്ലോ. ഉണ്ട്. മിക്കവാറും ബിനുവിനെ ഒന്ന് സൂക്ഷിച്ചോണം. എന്തിന്? സ്റ്റാർ മാജിക്കാ. ഓക്കെ, എനിക്കതേ പറയാനുള്ളൂ. ഷാജു വരൂ. ഷാജു ഇങ്ങോട്ട് വന്നാലേ നമുക്കൊരു രസമുള്ളൂ. തടിയൊക്കെ കൂടിയല്ലോ, വരുമാനമൊക്കെ കൂടിയോ? ഓക്കെ. അല്ല, എനിക്ക് തോന്നുന്നത് ഇപ്പം ഷാജുവിനെ ഇവിടെ കണ്ടു കഴിഞ്ഞാലേ പിന്നെ ഓണക്കാലത്ത് ആൾക്കാർ ആരെ അനുകരിക്കണം എന്നാ പറയുക ഷാജുവിൻ്റെ അടുത്ത്? മോഹൻലാൽ. കൂടുമില്ലാത്ത പ്രവാസിയുടെ ജീവിതം. വെള്ളാരം കല്ലുകൾ ഉരുകുന്ന ഒരു വേനൽ പകലിൽ എന്നെ ഗോളയാർ ലഭിച്ചു. മിയാറ്റാൻസിന്റെ ഗോളയാർ, കൊരാനകളുടെ ഗോളയാർ. സംഗീതം പഠിക്കണമെന്നുള്ള മോഹവുമായി ചെന്ന് കയറിയത് ഒരു സിംഹത്തിന്റെ മടയിൽ. ദക്ഷിണ വെക്കാൻ പറഞ്ഞു. ഒരു തന്റെ ഓട്ടക്കേശിയിൽ എന്തുണ്ട്? സഫറോഗി ജിന്ദഗി ജോ കബി നഹി ഖതം ഹോ ജാതി. ശംഭോ മഹാദേവ. ഓക്കെ. ചില ആൾക്കാർ പറയുമല്ലോ ഷാജു, സാധാരണ നമ്മളിപ്പം ഈ ചില ആൾക്കാരെയൊക്കെ അനുകരിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ ചില വേഷങ്ങൾ ചെയ്യുമ്പോൾ അറിയാതെ ആ ആള് വന്ന് കയറും ശരീരത്തോട്ട്. അങ്ങനെ കയറുമോ? അല്ല, ഈ ശബ്ദവും രൂപമൊക്കെ ഒരു ചെറിയ സാമ്യമുള്ളതുകൊണ്ട് ഭയങ്കര പലപ്പോഴും അങ്ങനെ ആയിപ്പോ. നമ്മൾ ചെയ്യുന്നത് നമ്മൾ നാച്ചുറലി അങ്ങനെ തന്നെ ചെയ്യുന്നത്. എൻ്റെ അച്ഛൻ്റെ ശബ്ദമാണ് ആക്ച്വലി ഈ ഒരു സാമ്യതയുള്ള ശബ്ദം എന്ന് പറയുന്നത്. സാറേ, പല താരങ്ങളെയും ഈ പാലക്കാടൻ ഭാഷ പഠിപ്പിക്കുന്ന ഷാജാനാന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണോ? ഞാൻ ഓർഡിനറിയിൽ ബിജുമന ഡബിങ്ങിന് ഞാനായിരുന്നു. ഉത്സാഹ കമ്മിറ്റി ചെയറാമിന് വേണ്ടി ഞാനായിരുന്നു പാലക്കാടൻ ഭാഷ പഠിപ്പിക്കുക. അധ്യാപകനാണ് ആ കാര്യത്തിൽ? അല്ല, ആ കാര്യത്തിൽ ഭാഷ പഠിപ്പിക്കുക. അപ്പൊ ഏതെങ്കിലും ഒരു പാലക്കാട് ഡയലോഗ് ഒന്ന് അടിച്ച് നമുക്കൊന്ന് കേൾക്കട്ടെ. പാലക്കാട് ഈ കുറച്ച് ഈ പുറത്തൊക്കെ പോയിട്ട് അമേരിക്കയിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവർ ആ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ടാവും, എന്നാൽ ഈ പാലക്കാട് വിട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അവർ വന്ന് സംസാരിക്കുന്നത് എസ്റ്റർഡേ നൈറ്റ് ജസ്റ്റ് ഞാൻ വന്നു, നാട്ടിൽ വന്നിട്ട് അങ്ങനെ ബൈക്ക് എടുത്തിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ജംഗ്ഷനിൽ വെച്ച് സ്കിഡ് ചെയ്തിട്ട് അങ്ങനെ മട്ടമലക്കൻ വീണു. അതുവരെ എത്തുള്ളൂ. ഷാജുവായിട്ടേ എനിക്ക് ഏകദേശം ഒരു 30 വർഷത്തിന് മുമ്പാണ് ഞാൻ ഷാജുവിനെ പരിചയപ്പെടുന്നത്. അന്ന് ഷാജു മോഹൻലാലിനെ മുത്തുഗവു എന്ന് പറഞ്ഞ കാസറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ ഒരുമിച്ച് വന്നത്. അന്ന് ആ 30 വർഷങ്ങൾക്ക് മുമ്പ് മാർട്ടിനുണ്ട്. ഞാനും മാർട്ടിനും ഷാജുവും കൂടി ഒരു ചെറിയൊരു കള്ളത്തരം ചെയ്തിട്ടുണ്ട്. അതായത് ഞങ്ങൾ 2-3 പേരും കൂടി മുത്തുഗവു കാസറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ലോഡ്ജിൽ മാസ് ഹോട്ടലിൽ ഇരിക്കുന്ന സമയത്ത് ജോർജ് പ്രതീക്ഷിക്കുന്നു വേറെ എന്തൊക്കെയോ. മാസ് ഹോട്ടലിൽ നിൽക്കുന്ന സമയത്ത് പ്രൊഡ്യൂസർ ഞങ്ങൾക്ക് ഉച്ചക്ക് ഭക്ഷണം തരുന്നത് പ്രൊഡ്യൂസറാണ്. വാതിൽ മുട്ടുന്നു പ്രൊഡ്യൂസറിൻ്റെ വാതിൽ മുട്ട് പ്രതീക്ഷിച്ചിരുന്നിട്ട് പ്രൊഡ്യൂസർ ഭക്ഷണമായിട്ട് വരുന്നില്ല. ഞങ്ങൾ 3 പേരും വിശന്ന് വലഞ്ഞിരിക്കുകയാണ്, ഞാനും മാർട്ടിനും ഷാജു, വേറൊരാൾ കൂടി തോമസ് തോപ്പിൽ കൂടി. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ സാറേ, ഞങ്ങൾ പട്ടിണി കിടക്കുന്നു. താഴെ മാസ് ഹോട്ടലിൻ്റെ അടിയിൽ നല്ലൊരു കല്യാണം നടക്കുന്നു. ഒരു ഉഗ്രം കല്യാണം, ഏതോ പണക്കാരൻ്റെ എന്തോ ഒരു നല്ലൊരു കല്യാണം. ആ ബിരിയാണിയുടെ സ്മെല്ല് ഞങ്ങളുടെ മാസ് ഹോട്ടലിൽ ഞങ്ങളുടെ റൂമിലേക്ക് വന്നിട്ട് ഞങ്ങൾ സഹി കെട്ടിട്ട് നിയന്ത്രണം വിട്ടു. എൻ്റെ നിയന്ത്രണം ആദ്യം വിട്ടു, അവൻ്റെയും വിട്ടു, മാറ്റിനെയും വിട്ടു. ഷാജു ആണ് പറഞ്ഞത് നമുക്ക് പോയി അവിടെ പോയി കല്യാണം കൂടി കഴിക്കാമെന്ന് പറഞ്ഞത്. ഞാനത് അപ്പം തന്നെ കൈയടിച്ചു. ഞാനും മാർട്ടിനും ഞങ്ങൾ റെഡി. കാരണം ഒരാൾ പോയാലേ ചമ്മുള്ളൂ. ഞാനും മാർട്ടിനും ഷാജുവും തോമസ് തോപ്പിലും കൂടി മാന്യമായിട്ട് പോയിട്ട് മാസ ഹോട്ടലിലെ ആഡിറ്റോറിയത്തിലെ കല്യാണത്തിൽ ഒരു മേശ ഇട്ടിട്ട് 4 കസേരയിൽ ഇരുന്ന് എന്തൊക്കെ അവിടെ എന്തോ വലിയൊരു ബന്ധുവിനെ പോലെ ഞങ്ങൾ 4 പേരും സംസാരിച്ചു. നല്ല ഒന്നാം തരം ചിക്കൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ഒക്കെ കഴിച്ച് തുറക്കുന്നുണ്ടോ? കള്ളത്തരമൊന്നും അല്ല. കറക്റ്റാണോ ഷാജു? കറക്റ്റാണോ? ഓക്കെ. വേറെ ആരെങ്കിലും അനുകരിക്കുന്നുണ്ടോ? അപ്പൊ ഒരുപാട് കാലമായി അല്ലേ? ഒരു രസകരമായ കഥ. ഇദ്ദേഹം ലൈഫിലെ ഭയങ്കര നമ്മൾ ചിന്തിക്കുന്ന അപ്പുറം ഹ്യൂമർ പറഞ്ഞ ഒരാളാ. ഈ തിക്കുറിശി ചേട്ടന്റെ ഒരു പാണന്റെ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പാണന്റെ അതുകൂടെ. യേശുദാസ് പാടിയ പാട്ട് തിക്കുറിശി അഭിനയിക്കും. യേശുദാസിന്റെ പാട്ട് പാടണേ. പുത്തൂരം വീട്ടിൽ ജനിച്ചു. ഞാൻ തിക്കുറിശി ഇടയ്ക്ക് ബ്രേക്ക് ചെയ്യുമ്പോൾ വരി കഴിഞ്ഞ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് പാണൻ എങ്ങോട്ടാന്ന് എന്നോട് ചോദിക്കും. എനിക്ക് പിന്നെ പോസ്റ്റ് ആണല്ലോ പാണൻ എങ്ങോട്ട്. സാറ് ഞാൻ ചോദിക്കാം. ഞാൻ എന്താ രക്ഷപ്പെടുന്ന മട്ടുണ്ട്. പുത്തൂരം വീട്ടിൽ ജനിച്ചോരല്ല പൂ പോലഴകുള്ളോരായിരുന്നു, ആണുങ്ങളായി വളർന്നോരെല്ലാം അംഗം ജയിച്ചവരായിരുന്നു. പാണൻ എങ്ങോട്ടാ? ഞാനൊന്ന് പുത്തൂരും തലവാടി വന്നിട്ട് പോകണം. പാട്ട് മാത്രം ദാസേട്ടന്റെ ശബ്ദം. സിനിമയുടെ കറക്റ്റായിട്ട് ഈ ടേണിംഗ് പോയിന്റിൽ കഥയുടെ
ഇന്നലെ എന്നുള്ള സിനിമയിലൊക്കെ ഇപ്പം ഇദ്ദേഹം ഫ്ലാഷ് ബാക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൃഷ്ണ ഡയലോഗ് പറയും. മക്കളുടെ പേര് പറയുന്നത്, എനിക്ക് 3 മക്കളുണ്ട്. മൂത്തവന്റെ പേരാണ് പുത്തൻ, രണ്ടാമത്തെ മകളുടെ പേരാണ് ദുത്തൻ, മൂന്നാമത്തെ പേരാണ് ദുത്തൻ. കഥ വെളിപ്പെടുത്തുന്നത്. ജയകുമാർ കുറെ കാലമായി ഉറങ്ങിപ്പോയി. ജയകുമാർ ജയകുമാറേ, നമ്മൾ ഈ പ്രോഗ്രാമിലാണ് പലപ്പോഴും കണ്ടുമുട്ടുന്നത് അല്ലേ? ഓക്കെ, ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു ജയകുമാർ? കുഴപ്പമില്ല. ഇപ്പം പ്രോഗ്രാം ഒക്കെ എങ്ങനെ പോകുന്നു? പ്രോഗ്രാം കുഴപ്പമില്ല, നല്ല പ്രോഗ്രാം ഉണ്ടല്ലോ. പ്രോഗ്രാം ഉണ്ട്. ആർക്കാ? ഇപ്പോൾ ഉല്ലാസിന്റെ കൂടെ പോകുന്നുണ്ട് പ്രോഗ്രാമിന്, പിന്നെ പാഷാണ ഷാജിയുടെ കൂടെ പ്രോഗ്രാമിന് പോകുന്നു. ഓക്കെ, പാഷാണം തന്ന് കടത്തിയോ? ഇല്ല. അപ്പൊ നമുക്ക് ഓണമായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പോകുന്നത്? ഓണമായിട്ട് ഞാനും 1-2 നടന്മാരുടെ ശബ്ദം അനുകരിക്കാം. നേരത്തെ പറയേണ്ടി വരുമോ? നേരത്തെ പറയേണ്ടി വരുമോ? നേരത്തെ പറഞ്ഞ ആർക്കും മനസ്സിലാകും. അപ്പൊ നമുക്ക് വേണേ പറയാം. കോട്ടയം പ്രതിഭയുടെ ശബ്ദം. ഇതെന്നതാടാ, മഴവില്ലോ? നീ എന്നതാടാ ടാറും കൊണ്ടാണോടാ പല്ല് തേക്കുന്നത്? ഇവിടെ മൂന്നാറുണ്ട്, ഊട്ടിയുണ്ട്, കൊടൈക്കനാലുണ്ട്. ഇവിടെയൊക്കെ പോയാൽ പോരേടാ. നിനക്കെന്നാടാ പട്ടാലെ തന്നെ പോണോന്ന് ഇത്ര നിർബന്ധം? പുട്ടെന്ന് പറഞ്ഞാലേ ഗോതമ്പ് പുട്ട്, അത് തകർത്തു തിമിർത്തു കലക്കി. സൂപ്പർ, നല്ലൊരു നടനായിരുന്നു. നായർ സാറിന്റെ എല്ലാ എപ്പിസോഡിലും വന്ന് പറയാറുള്ളതാ. വീട്ടിൽ അത് കുഴപ്പമില്ല. ആന്ധ്രാക്കാരൻ ഒരു സുന്ദരിയാണ് മറ്റാ. നിന്റെ മകൻ ചിരികണ്ഠൻ അവൻ എവിടെയുണ്ട്? അറിയാം, പറയില്ല, മകനല്ലേ? PK നയനാരും PK സ്വർണ്ണയും ഇന്നലെ ഇവിടെ വന്നിരുന്നോ? പോലീസിനെ തെല്ലിയ കൈ ഇല്ലേ? നീ ഒരു പഴയകാലം പറഞ്ഞാണ് GK പിള്ള സാറ്. മാർക്കോസ്, ഒരു കാര്യം മനസ്സിലാക്കണം. എപ്പോഴും പണം ചോദിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പണം കഴിക്കുന്ന മരമൊന്നുമില്ല. മരുമകളുടെ സ്വഭാവ ദൂഷ്യം അറ്റാക്ക് വന്ന മുത്തച്ഛൻ അറിയുന്നേക്കാൾ ഭേദം അവളുടെ അമ്മ അറിയുന്നതാണ്. സൂപ്പർ സൂപ്പർ. പ്രോഗ്രാം ഇഷ്ടംപോലെ കിട്ടുന്നുണ്ടല്ലോ. കുഴപ്പമില്ല, ജീവിച്ചു പോകാമല്ലോ. എത്ര കൊല്ലം ഓടും? എത്ര കൊല്ലം ഓടും? ഓടിക്കൊണ്ടിരിക്കും അല്ലേ? ഈ ആർട്ടിസ്റ്റിനെ വല്ലതും അനുകരിച്ചു തുടങ്ങിയോ? പുതിയ ആർട്ടിസ്റ്റുകളെ അനുകരിച്ച് തുടങ്ങുന്ന പേടിയുണ്ട്. അനുകരിച്ച് തുടങ്ങാന്ന് പറഞ്ഞാൽ ഇല്ല. ജയ ഹൈ കഥ ആ അമ്മ കഥാപാത്രം ശ്രമമാണ് കേട്ടോ സാർ, ആദ്യമായിട്ടാണ്. അയ്യോ, തൊഴി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുണ്ടോ? തൊഴി ഒറ്റ തൊഴിക്ക് ഇതാടാ പറമ്പിലാ ചെന്ന് കിടന്നത്. അവിടുന്ന് ആ വാരിക്കൂട്ടി എടുത്തോണ്ട് വന്നത്. നീ മിണ്ടാരിയുടെ ഇറക്ക, നീ ഒരു കിഴങ്ങനായി പോയതല്ലേ ഇതിനൊക്കെ കാരണം. കുടശനാട് കനകം അല്ലേ? ഓക്കെ ഓക്കെ, സൂപ്പർ. അപ്പൊ ഈ പുതിയ ചെറുപ്പക്കാർ കടന്നു വരുന്നത്, ചെറുപ്പക്കാരികളും വെല്ലുവിളിയാണോ? വെല്ലുവിളിയല്ല സാർ, അവരുടെ പ്രയത്നം ഫോൺ എടുക്കത്തില്ലെന്നൊക്കെ പറയുന്നു, ഉള്ളതാണോ? പക്ഷെ ഇവിടെ ഇരിക്കും നമ്മുടെ അനൂപിനൊന്നും അങ്ങനെ പ്രശ്നമില്ല. അവരൊക്കെ പുതിയ എല്ലാ സ്റ്റാറുകളെ അനുകരിക്കുന്ന ആളാണ് അനൂപ്. ഇഷ്ടം പോലെ പുതിയ സ്റ്റാറുകളെ അനുകരിക്കും. പിന്നെ അനൂപൊക്കെ ഫോൺ വിളിച്ചവരെ എടുക്കും കേട്ടോ. ഫോൺ വിളിച്ചില്ലെങ്കിലും വിളിച്ചു ചോദിക്കാം, അണ്ണാ പ്രോഗ്രാം ഉണ്ടോ? അല്ല, ഫോൺ വിളിച്ച് എന്താ വിളിക്കാത്തത് വിളിച്ചിട്ട്. ഓക്കെ, അനൂപേ, സാറിന്റെ ഷോയിലൂടെയാണ് ഞാൻ മിമിക്രിയിൽ ഒരുപാട് പേര് അറിയാനായിട്ട് ഒരു വൈറൽ സാറിന് ആദ്യത്തെ ഒരു 10-12 വർഷം പ്രോഗ്രാം ഇല്ലായിരുന്നു, സമദൂരായിരുന്നു. 10-12 വർഷം മുമ്പ് വേറൊരു ചാനലിലായിരുന്നു. എനിക്ക് തോന്നുന്നത് അത് ഏഷ്യാനെറ്റിലായിരിക്കും. സൂര്യ ടി വിയിലായിരുന്നു. ഓക്കെ ഓക്കെ, ഏതായാലും ഇവിടെ കുഴപ്പമില്ല. ഇവിടെ മാത്രമേ പേര് പറയാൻ പറ്റൂ. ഏഷ്യാനെറ്റ്, സൂര്യ എല്ലാം കൃത്യമായിട്ട് പറയാൻ പറ്റും. അപ്പോൾ കുറെ താരങ്ങൾ പുതിയത് ചെയ്യുന്നുണ്ട്. ഷൈൻ ടോം ചാക്കോ എന്തും പറയാം നമുക്ക്. ഡയലോഗ് ഇന്ന ഡയലോഗ് വേണമെന്നൊന്നുമില്ല. ഇപ്പൊ ഓണത്തെ കുറിച്ച് സാർ ചോദിക്കുക, ഞാൻ പറയണോ? സാർ ചുമ്മാ ചോദിച്ചോ. സാർ ഇപ്പൊ ചോദിച്ചോ, ഓണം എങ്ങനെയുണ്ട് ഈ ഓണമൊക്കെ എങ്ങനെയുണ്ട്? ഓണം എന്ന് പറയുമ്പോഴത്തേക്ക് ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മാവില് വരുന്നു എന്താ പറയുന്നത്? നമ്മള് കുറച്ച് സദ്യ ഉണ്ടാകുന്നു, എല്ലാ കൂട്ടും കറിയൊക്കെ ഉണ്ടാക്കി മനസ്സിലാകുന്ന രീതി, പറയുന്ന രീതി മനസ്സിലാകണം. ഇപ്പൊ ഊഞ്ഞാലുണ്ടാക്കുന്നുണ്ട്, സദ്യ ഉണ്ടാക്കുന്നുണ്ട്, പല കാര്യങ്ങളും നമ്മൾ ചെയ്യണില്ലേ? ഓണം ജോണി ആന്റണി ചേട്ടൻ, എൻ്റെ വീട്ടു മക്കള്, എനിക്ക് നിങ്ങളെ കുറിച്ച് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ നീ അവനെ ചായക്കട കൊണ്ട് നിർത്താനായിട്ടാണോ കല്യാണം കഴിച്ചേ? അല്ല, വേറൊന്നും ഇല്ലടാ. അത് നല്ല സംഭവം തന്നെ. ഇപ്പൊ എല്ലാവരും ചോദിക്കുന്നുണ്ട് CID മൂസ ഇറക്കുന്നില്ലേന്ന്. ഇപ്പൊ വലിയ കുഴപ്പമില്ലാത്ത കുറച്ച് സിനിമയൊക്കെ ചെയ്തൊക്കെ പോകുന്നുണ്ട്. CID മൂസയൊക്കെ പിന്നെ ഇറങ്ങാലോ. CID മൂസ എന്റെ പ്ലാനിലുണ്ട്. പക്ഷെ ഇപ്പൊ അത്യാവശ്യം സിനിമയുണ്ട്, കാശൊക്കെ ഉണ്ട്, ഇങ്ങനെയൊക്കെ പോകുന്നു. അത് CID പുറകെ വരും. ഓക്കെ, താങ്ക് യു. സമതേ, നമസ്കാരം സാർ. ഇത് എങ്ങനെ പോകുന്നു? ഇങ്ങോട്ട് ഇറങ്ങി വരാം, കുഴപ്പമൊന്നുമില്ല. സമതേ, നമസ്കാരം സാർ. കണ്ണൂരാണ്. ഇപ്പം എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? കുഴപ്പമില്ല. തിരിച്ചു പോകാൻ പറ്റുമോ? ഞാൻ ദുബായിൽ ചെറിയ പരിപാടിയൊക്കെ ആയിട്ട് അവിടെ. ദുബായിൽ കൃഷിയുണ്ടോ? ദുബായിൽ മിമിക്രി കൃഷിയുണ്ട്. ഏത് സ്റ്റാറൊക്കെയാ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ഒരു 3-4 ആൾക്കാർ ഇവിടെ നമ്മുടെ
ഇന്നത്തെ ഈ ഒരു പരിപാടി. ഇന്നത്തെ ഈ തിരുവോണ കാലത്ത് സ്റ്റാറുകൾ ഇവിടെ വരുന്നു. അപ്പോൾ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എല്ലാ സഹോദരി സഹോദരന്മാർക്കും ആദ്യം തന്നെ ഞാൻ ഓണാശംസകൾ നേരുന്നു. വളരെയധികം സന്തോഷമുണ്ട് സാറിനെ കാണുമ്പോൾ, വളരെയധികം സന്തോഷം. ഹാപ്പി അല്ലേ? സംശയമുണ്ടോ? ഇത് എല്ലാവരും എന്നെ ട്രോളുന്നുണ്ട്, എന്നെ കളിയാക്കുന്നുണ്ട്. അത് എന്നാന്നറിയില്ല. ദിസ് ഈസ് റാങ്. ദിസ് ഈസ് റാങ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഓണാഘോഷ പരിപാടിയിൽ ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ കൂടെ ഇന്ന് നമ്മുടെ PC സാറുണ്ട്, PC ജോർജ്. എന്നാ പറയാനാ, സത്യം പറയാൻ ഈ കലാകാരന്മാരെ എല്ലാവരും കാണുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും ഒരു സന്തോഷമാണ് വരുന്നത്. ഇദ്ദേഹത്തെ കാണുമ്പം ഇദ്ദേഹത്തിന് ഒരു എനർജി കാണുമ്പോഴല്ലോ. സാധാരണ ഞാൻ വായിൽ നല്ല പുളിച്ച് തെറിയ പറയണം സാധാരണ. നിങ്ങൾ ഒരിക്കലും പറയത്തില്ലതേ. കാരണം ഓണാഘോഷത്തിന് ഞാനും പണ്ട് മാവേലി ആവാറുണ്ട്. പക്ഷേ എനിക്ക് പാട്ടൊക്കെ പാടാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ ബോഡി ഷേമിങ് ഉള്ളത് കൊണ്ട് വളരെ പ്രശ്നമാണ്. ബോഡി ഷേമിങ് കൊള്ളാം, പക്ഷെ ആരുടെ കഥക് പോയി മുട്ടരുത്. കഥക് പോയി മുട്ടിയവരെല്ലാം ഇപ്പോൾ എയറിലാണ്. ഈ വയറ് വെച്ചിട്ടാണ് ഞാൻ മഹാബലിയായിട്ട് മത്സരിച്ചത്. അപ്പോൾ എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. ഒരുപാട് സന്തോഷം. ഇന്ന് നമ്മുടെ കൂടെ മിസ്റ്റർ റിയാസ് ഖാൻ ഉണ്ട്. റിയാസ് ഖാൻ. ഏയ് സൂര്യ, തെറ്റെന്റെ മാതാ. അപ്പൊ എല്ലാവരും അടിച്ച് കേറി വാ. പപ്പടവും പഴവും പായസവും സാമ്പാറൊക്കെ ആയിട്ട് എല്ലാം ഇന്ന് എന്റെ വക. ഇത് സാറിന്റെ വക അല്ല, ഇന്ന് എന്റെ വക. അപ്പൊ എങ്ങനെ എല്ലാവരും അടിച്ച് കേറി വാ. അവ എല്ലാവരും അടിച്ച് കയറ്റി വിട്ടത് കൊണ്ടാണ് ഇപ്പൊ പുള്ളിയും എയറിലായിരിക്കുന്നത്. ഓണമായിട്ട് ഇപ്പൊ പാട്ടൊന്നും പാടാൻ ഇവിടെ ആരും ഇല്ലേ? ഹായ്, നമസ്കാരം, അസ്സലാമു അലൈക്കും. ഞാൻ നിങ്ങളുടെ സ്വന്തം നാദിർഷ. ഞാൻ ഹിന്ദിയിൽ നിന്ന് ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട ഉദിത് നാരായണൻ. അദ്ദേഹം ഒരു പാട്ട് ഇവിടെ പാടും. ഓണവില്ലിൻ തമ്പുരുമേറ്റും വീടാണ് വീട്, എന്നുമെന്നും പൂക്കണി വിടരും വീടാണ് വീട്. കൂട്ടുകുടുംബത്തിൻ കൂട്ടാനെന്നും അതിരില്ലിവിടെ മതിലില്ലിവിടെ ഒന്നാണെല്ലാരും. ഓണവില്ലിൻ തമ്പുരുമേറ്റും വീടാണ് വീട്, എന്നുമെന്നും പൂക്കണി വിടരും വീടാണ് വീട്. കൂട്ടുകുടുംബത്തിൻ കൂട്ടാണെന്നും അതിലില്ലിവിടെ മതിലില്ലിവിടെ ഒന്നാണെല്ലാരും. അപ്പോൾ എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. നാദിർഷ കൊണ്ടുവന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉദിത് നാരായണന്റെ പാട്ട് വളരെ ഗംഭീരായില്ലേ? സൂപ്പറായി. എന്താ പറയാനുള്ള സാറിന്? സൂപ്പറായി എന്ന് സാറ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ മിഥുൻ ഉണ്ട് ഇവിടെ. മിഥുൻ രമേശ്, അവതാരകൻ മിഥുൻ രമേശ് ഉണ്ട്. വളരെയധികം സന്തോഷമുണ്ട് സാറേ. നമ്മുടെ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എനർജിയാണ്. കാരണം കലാകാരന്മാരും നടന്മാരും എല്ലാവരും ഒരുമിച്ച് വരുമ്പോഴല്ലോ ശരിക്കും എന്താണെന്നറിയില്ല, സാറ് കൂടെ ഉണ്ടാകുമ്പോഴല്ലോ ഭയങ്കര ഒരു എനർജിയാണ്. നമ്മുടെ ഈ ഓണാഘോഷത്തിനെ പറ്റി പറയാൻ വേണ്ടി നമ്മൾ സാധാരണ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എക്സാം, ഹിന്ദിയുടെ എക്സാമൊക്കെ വരുന്ന സമയത്ത് ഹിന്ദിയിൽ ചോദ്യങ്ങളുണ്ട്. ഓണത്തെ പറ്റി 2 വാക്ക്. ഷാജേട്ടനൊക്കെ അറിയാലോ അല്ലേ? ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട സൽമാൻ ഖാൻ ഇവിടെ വന്നിട്ടുണ്ട്. സൽമാൻ ഖാൻ എന്തെങ്കിലും പറയണം, നമുക്ക് നോക്കാം കേട്ടോ. अस्सलाम वालेकुम, स्वागत नहीं करेगा हमारा? वेल, फर्स्ट ऑफ ऑल मेरे आने कुछ कारण जो है, श्रीकंठन सार है, शाजू श्रीधर है, सब लोग है. मेरे को बहुत पसंद है ये प्रोग्राम फ्लवर्स टीवी. ഓണത്തെ പറ്റി 2 വാക്ക് ഞാൻ പറയാം. ഓണം കേരള का ഓണത്തള്ള് कहा है? ओणम केरल का देशी त्योहार है. देशी उत्सव, त्योहार है. ये ओणम का दिन सब लोग मनाता है, नाचता है, गाना गाता है, पायसम पायसम पीता है, खाता है. अब क्या बोलता है? हिंदी में बोलता है. हिंदी में पायसम पीता है. मेरे को बहुत पसंद है. सब लोग को ओणाशंसकल. ओके, सुपर, थैंक यू.